വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്തോത്രം. തിരുവചനം എഴുതപ്പെട്ട് തന്ന് 2000 വർഷമായിരിക്കുന്നു. ലോകം ഇന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുകൊണ്ടിരുന്നു, നമ്മളും തെറ്റായി പഠിച്ചിരുന്നു. എന്നാൽ കാലത്തികവിൽ അങ്ങ് വില്യം മരിയം ബ്രൻഹാമിനെ തെരഞ്ഞെടുത്ത് സെവൻത് ഏഞ്ചൽ ആ കാലത്താണ് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുന്നത്. മുൻ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുന്നു പറഞ്ഞപ്പോൾ കർത്താവായ യേശുവേ, അങ്ങ് വില്യം മരിയം ബ്രൻഹാമിനോട് ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ മന്ന നൽകിയിരിക്കുന്നു. ജയിക്കുന്നവന് വെള്ളയുടുപ്പ്. ദൈവവചനം വിശ്വസിക്കുകയും അത് പ്രമാണിച്ചനുസരിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ജയിക്കുന്നവനാകും. അവനാണ് നീതിയുടെ വസ്ത്രം. കരുണയുള്ള കർത്താവേ, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും എന്റെ പേർ ഏറ്റുപറയും. കരുണയുള്ള കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് തിരുവചനത്തിനുള്ളിൽ അങ്ങ് നമ്മോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവിക വെളിപ്പാട് എന്താണോ അത് കേൾക്കാനായി നാം വന്നിരിക്കുന്നു. കർത്താവെ, ആത്മാവിൽ ദരിദ്രനായി വന്നിരിക്കുന്നു, ദുഃഖത്തിനോടുകൂടി വന്നിരിക്കുന്നു. തൃപ്തിയില്ല കർത്താവെ, ലഭിച്ചത് പോരാ, ഇനിയും വേണം. ആത്മാവിന്റെ ആഴങ്ങളെ അറിയുവാൻ, സ്നേഹവും ഉയരവും നീളവും വീതിയും ഉയരവും അറിയുവാൻ തക്കവണ്ണം നാം ഇന്ന് വന്നിരിക്കുന്ന കർത്താവെ, നമ്മോട് സംസാരിക്കണമേ. ആത്മാവിന്റെ ഒരു ഇടപെടലുണ്ടായി ആത്മാവിന് സംതൃപ്തിയോടുകൂടെ പോകുവാൻ, ഞാൻ മറ്റൊരു തലത്തിലായിരിക്കുന്ന ഒരു അനുഭവം, ഈ ചെയറിലല്ല ഇരിക്കുന്ന, ഈ സഭയിലല്ല, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആത്മീക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവം യേശുവെ നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ലോകത്തിന്റെ ജ്ഞാനം മുഴുവനും കർത്താവെ അബലമായി പോകട്ടെ. എന്റെ ജ്ഞാനം ഇപ്പോൾ കർത്താവെ അബലമായി പോകട്ടെ. ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ പരിജ്ഞാനത്തിൽ വചനം കേൾപ്പാനും അത് നിലനിൽപ്പാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഉള്ളങ്ങളിൽ തുറന്നമേ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടുമെന്ന് വചനം പറയുമ്പോൾ ആത്മാവിൽ ദാഹത്തോടുകൂടെ ക്രിസ്തു ഇന്ന് എന്നോട് സംസാരിക്കണം. മറ്റുള്ളവരുടെ എന്ത് സംസാരിച്ചു എന്നല്ല, ഞാനിവിടെ വന്നത് എന്റെ ആത്മ മണവാളന്റെ ശബ്ദം കേൾക്കാനാണ്. ഞാൻ കർത്താവിന്റെ ആടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ അറ്റസ്റ്റ് ചെയ്തുവെങ്കിൽ ഇന്ന് നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കും. കർത്താവ് അറ്റസ്റ്റ് ചെയ്തുവെങ്കിൽ കേൾക്കുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്ന് വിജിലന്റ് ആയിരിക്കുക. ലോകത്തോടുള്ള കണ്ണുകൾ അടയ്ക്കുക, ചെവി അടയ്ക്കുക. അല്ലയോ കുമാരി, നിന്റെ വാതിൽ അടയ്ക്കുക എന്ന് ആദ്യം പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അല്ലയോ കുമാരി, നിന്റെ വാതിൽ തുറക്കുക, കാരണം രാജകുമാരൻ എഴുന്നള്ളാറായി. ഇന്ന് നമ്മൾ ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്ന് ബുദ്ധി അബലമാക്കിക്കൊണ്ട് ക്രിസ്തുവിന് പ്രാപിപ്പാനായി നമുക്ക് കരുണയോടെ കാത്തിരിക്കാം. കരുണയുള്ള കർത്താവെ, അങ്ങ് നൽകുമെന്ന ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ വചനം പറയുന്നു, ഒരുവന്റെ അവിശ്വസ്തത നിമിത്തം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ദൈവമോ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. തന്റെ വാഗ്ദാനങ്ങൾ ഒരു ക്രിസ്തുവിൽ ഊവന്നത്രേ. കർത്താവായ യേശുവേ, വചനം പറയുന്നു, നിങ്ങൾ സംസാരിപ്പാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നാവിൽ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ പ്രചോദനത്തോടുകൂടി ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ടല്ലാതെ ഞാൻ മടങ്ങി പോവുകയില്ല. അതിന്റെ ആത്മദാഹമാകുന്ന കർത്താവെ, അതില്ലെങ്കിൽ എനിക്ക് യേശുവുമായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ജീവിതത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥ, അങ്ങനെ വരാതിരിക്കാൻ കർത്താവെ നമ്മെ സഹായിക്കണം. ഓരോ നിമിഷവും അങ്ങയുടെ കൃപ ആവശ്യമാകുന്ന കർത്താവെ, അവിടുന്ന് വെളിപ്പാട് നൽകി നമ്മെ വളർത്തണമേ. ആത്മാവിൽ ക്രിസ്തു എന്ന തലയോളം ഉയരത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെട്ടാൽ നിങ്ങൾ സ്തോത്രവും സ്തുതിയും കൊടുക്കണം. നന്ദിയുള്ള ഹൃദയമായിരിക്കണം. ആ സ്തോത്രവും നിങ്ങൾ അർപ്പിക്കുന്നുവെങ്കിൽ വീണ്ടും നിങ്ങളെ സ്തോത്രം പറയുന്നതിന് സ്തുതിക്കുന്നതിനുമായി ദൈവം തന്നെ ഇടയാക്കും. ലഭിച്ച താലന്ത് കൊണ്ട് കുഴിച്ചിരുന്നവരാകരുത്. കർത്താവിന് മഹത്വം കൊടുക്കണം. സ്തോത്രം എന്ന യാഗം ഇടപെടാതെ അർപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഒരു വചനം ലോകമെല്ലാം പറയുന്നു. യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. നമ്മളായിരുന്ന സഭകളിൽ അവർ നമ്മോട് പഠിപ്പിച്ചതാണ്. ഞാനൊക്കെ CSIയിലായിരുന്ന സമയത്ത് പെന്തക്കോസ്തിന്റെ ഉപദേശം ആരെങ്കിലും പറയാമെന്നാൽ പറയും, നമ്മൾ നിത്യജീവൻ പ്രാപിച്ചവരാണ്. യേശുവിന്റെ വാക്ക് കേട്ട് നമുക്ക് പിതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. പെന്തക്കോസ്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്.
എന്നാൽ കാലത്തികവിൽ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തെ തുറന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് നിത്യജീവൻ പ്രാപിച്ചവരല്ലായിരുന്നു. എന്നാലോ നിത്യജീവൻ വാഗ്ദത്തം ചെയ്തവരായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടവരായിരുന്നു. പക്ഷെ നമ്മോടുണ്ടായിരുന്നവർക്കതില്ല. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടവർ, മുൻകുറിക്കപ്പെട്ടവരായതുകൊണ്ട് കാലത്തിന്റെ ദൈവിക വെളിപ്പാട് നമ്മെ തേടി വന്നപ്പോൾ ദൈവം തന്നെ നമ്മുടെ ഹൃദയം തുറന്നു തന്നു. നമുക്ക് പിന്നെ സഭയോ സംഘടനയോ നമ്മുടെ സ്വന്തമോ ബന്ധമോ പാസ്റ്ററോ ഒന്നും അല്ല വലുത്, നമുക്ക് കർത്താവായിരുന്നു. ഇതാണ് യേശുവിന്റെ ഇഷ്ടം. ലോകത്തിലുള്ള എന്തിനേക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞിരുന്ന പ്രകാരം നിത്യജീവൻ പ്രാപിച്ചു എന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ആരും അല്ല നമുക്കറിയാം. കാര്യം കർത്താവ് നമ്മോട് സംസാരിച്ചു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, പിതാവത്രേ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകം ഇത് യേശുക്രിസ്തു മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്. യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം അത് മറ്റൊരുവനാണ് എന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നവരടുത്ത് നിത്യജീവൻ ലഭിക്കില്ല. യേശുക്രിസ്തുവിൽ ഇരുന്ന് പറഞ്ഞതാരാണെന്ന് ആത്മാവിന്റെ വെളിപ്പാടിൽ മനസ്സിലാക്കണം. അതിനാണ് യേശു പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന വെളിപ്പെടുത്തി കൊടുക്കും. ക്രിസ്തുവിൽ മറച്ചു വെച്ചത് ഇന്ന് ഈ സംഘടനാ സഭകൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് ഇത്രയും ബൈബിൾ പണ്ഡിതന്മാരും വർഷങ്ങളോളം മാസങ്ങളോളം ജാഗരിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരുന്നിട്ടും ഈ മർമ്മം അവർക്ക് ഗ്രഹിച്ചിട്ടുമില്ല. ദൈവം ഗ്രഹിപ്പിച്ച നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ നമ്മുടെ ശത്രുവാകുന്നു. നമ്മൾ അവരുടെ ശത്രുവാകുന്നു. എന്താ അവർക്ക് മനസ്സിലായത്? യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 8:24 യേശു പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെ അവൻ, അതായത് നിങ്ങൾ ഈ പിതാവ് എന്ന് പറയുന്നവൻ ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കായാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചിരിക്കുന്നു. പാപത്തിൽ മരിച്ചിരിക്കുന്നവനോട് നിത്യജീവൻ ലഭിക്കും. അപ്പം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റോമർ 10:1 നമ്മളെ പഠിപ്പിക്കുന്നു, യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതായത് ഈ പുത്രൻ എന്ന് പറയുന്നതാണ് യേശു. ആ യേശു തന്നെയാണ് സൃഷ്ടികർത്താവ്, പിതാവിന്റെ. ഇതാ യേശുവാണ് നിത്യപിതാവ്. വചനം ഭോഷ്കല്ല. ഇത് യേശുക്രിസ്തുവിന്റെ പിതാവാണ് ദൈവം എന്ന് പറയുന്നു. അതെ, ശരി തന്നെ. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? അതാണ് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ യേശു ഇവിടെ വന്ന ദൗത്യം എന്താണെന്നും താൻ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായപ്പോൾ താൻ ആരായിരുന്നുവെന്നും എന്തിനു വേണ്ടി ചെയ്തുവെന്നും എന്താണ് മാതൃകയായി വെച്ചിട്ട് പോയതെന്നും നാം മനസ്സിലാക്കിയില്ലെങ്കിൽ യേശു മറ്റൊരു വ്യക്തി, ദൈവം മറ്റൊരു വ്യക്തി എന്ന് തന്നെ കാണും. അങ്ങനെയുള്ള ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. യേശു തന്നെ കർത്താവെന്ന് വിശ്വസിക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് 2 എന്ന് പറയുന്നവൻ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, നിത്യജീവൻ പ്രാപിച്ചിട്ടുമില്ല. അപ്പോൾ കാണാൻ കഴിയാതെ ആത്മാവായി നിന്ന ദൈവം കാണാൻ കഴിയുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവൻ പിതാവ് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി വന്ന് അവർ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ യേശു നമുക്കൊരു ക്രിസ്തു വിശ്വാസിക്ക് ഉദാഹരണം, നമുക്കൊരു സഹോദരൻ. ആ ആത്മാവ് വഴി നടത്തുന്ന ഒരു വ്യക്തിക്ക് വചനം നൽകിയ പിതാവ് ദൈവമാണ്. പിതാവാണ്. വചനം നൽകിയ പിതാവല്ല, വചനം നൽകിയ ദൈവം പിതാവാകുന്നത് ആ ആത്മാവ് തന്നെ ഒരുവനെ വഴി നടത്തുമ്പോഴാണ് ഈ വ്യക്തിക്ക് വചനം നൽകിയ ദൈവം പിതാവാകുന്നത്. അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം പിതാവ്, ലോകത്തിലുള്ളവർക്ക് ദൈവം പിതാവല്ല. ഈ സംഘടനാ സഭകൾക്കും ദൈവം പിതാവല്ല. അവർ വെറുതെ ഇരുന്ന് വിളിക്കുന്നു, വെളിപ്പാടില്ലാതെ വിളിക്കുന്നു. അപ്പോൾ ഈ യേശു എന്ന് പറഞ്ഞത് കർത്താവ്, സൃഷ്ടികർത്താവായവൻ തന്നെ. യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നു, യഹോവ തന്നെ വന്നു നിങ്ങളെ രക്ഷിക്കും. ദൈവം തന്നെ വന്നു നിങ്ങളെ രക്ഷിക്കും. അവൻ യഹോവ തന്നെ. എന്നാൽ രക്ഷിതാവായി വരുമ്പോൾ അവൻ നാമം രൂപാന്തരപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു എന്നാക്കി. ഇങ്ങനെ തിരിച്ചറിയാത്ത ഒരു വ്യക്തികൾക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ഇത് നമ്മൾക്ക് ലഭിക്കുന്ന താലന്താണ്. ഇതുകൊണ്ട് കുഴിച്ചിടുവാനുള്ളതല്ല. നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അവരോട് പറയണം, ഒരു ആത്മാവിനെങ്കിലും വീണ്ടെടുക്കണം. അതാണ് കർത്താവിന്റെ വരവ് താമസിപ്പിച്ചിരിക്കുന്നത്. ജാതികളുടെ സംഖ്യ തികയുവോളം, അപ്പോൾ ജാതികളുടെ മണവാട്ടിയുടെ സംഖ്യ തികഞ്ഞിട്ടില്ല. വിശ്വാസ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിലെ എല്ലാ സഭകളുടെ എണ്ണമല്ല, ഈ എന്റെ മെസ്സേജിൽ ഇരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ടല്ല. ആത്മപൂർണനാകുന്നവൻ, ക്രിസ്തുയേശുവിന്റെ ഭാവത്തോടുകൂടി ക്രിസ്തുവിന്റെ പത്രമായി നിൽക്കുന്ന ഒരുവൻ, ക്രിസ്തുവിന്റെ തലയോളം വളർന്ന ആത്മപൂർണനായവനാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ എണ്ണം. ആ സംഖ്യ തികയാത്തത് കൊണ്ടാണ് കർത്താവ് വരാത്തത്.
ആ സുവിശേഷത്തിന്റെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ ഒരുങ്ങുകയും മറ്റുള്ളവരുടെ അടുക്കൽ സുവിശേഷം പറയുകയും ചെയ്യണം. അപ്പോൾ എന്റെ വചനം കേട്ടെന്ന് പറഞ്ഞാൽ ഈ എന്നിലിരുന്ന് സംസാരിച്ചത് ആരാണെന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അത് പിതാവായ ദൈവം തന്നെ, മറ്റൊരുവനല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ശരീരം, യാഗവസ്തു, മക്കൾ ജഡരക്തങ്ങളോടുകൂടി എടുത്ത ഒരു യാഗവസ്തുവാണ്, ശരീരമാണ്. ഈ ശരീരത്തിൽ നിന്ന് സംസാരിച്ചത് ദൈവമാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ മകൻ. അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന നമ്മളും ദൈവത്തിന്റെ പുത്രനാകുന്നത്. ഇങ്ങനെ ഇത് വിശദീകരിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവമെന്ന് വിശ്വസിക്കാത്തവൻ നിത്യജീവൻ പ്രാപിച്ചവനല്ല. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അത് അവന് സ്വന്തമായി ലഭിച്ചിട്ടുണ്ട്. എപ്പോൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നതാണ്. ഈ ഒരു വിശ്വാസത്തിൽ വരുമ്പോൾ അവൻ നിത്യജീവന്റെ അവകാശിയായി. ഹല്ലേലൂയ. യോഹന്നാൻ 5:24 പറയുന്നു, യേശു ഈ വചനം പറഞ്ഞപ്പോൾ വേറെ ഒരു കൂട്ടർ കൂടെ ഉണ്ട്. അതായത് ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കർത്താവിന്റെ വരവിൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പോകുന്നവർ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. നിത്യജീവനുള്ളവർ, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ആത്മപൂർണരായവർ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടും. അതാരാണെന്ന് വ്യക്തിപരമായി ഇൻഡിവിജ്വൽ പ്രവാചകനിലൂടെ മർമ്മം തുറന്നിട്ട് പറഞ്ഞ എന്താണ്? പ്രവാചകൻ മർമ്മം അത് സംസാരിച്ചു കഴിഞ്ഞിട്ടും 7ാമത്തെ മുദ്ര സംസാരിക്കാൻ നിന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ 7ാമത്തെ മുദ്ര തുറന്നു കഴിഞ്ഞു. എവിടെയാ, ഏത് മുദ്രയിലാണ് 7ാമത്തെ മർമ്മമുള്ളത് തുറന്നത്? 6ാമത്തതിൽ. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആണ്. എപ്പോൾ നമ്മൾ ക്രിസ്തുവുമായി ഒരു ആത്മബന്ധത്തിലാകുന്നുവോ ആ സമയം നമുക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. അതുവരെ മറന്നിരിക്കും. ഞാൻ പറഞ്ഞു തന്നാൽ പറയാൻ പാടില്ല. അത് ഇൻഡിവിജ്വൽ ആണ്. ശരിയായ ആത്മാവാണ് ഉള്ളിൽ വന്നതെങ്കിൽ ആ വ്യക്തിയും ആ ദൈവവും തമ്മിലാണ് ബന്ധം. യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എന്താ പറയാത്തത്? എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. കാരണം എന്താ? ആ ദൗത്യം, യേശു ഇവിടെ ഭൂമിയിൽ വന്നപ്പോഴുള്ള ദൗത്യത്തിൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതി അല്ല. യേശു ക്രിസ്തു അല്ലേ ദൈവം, ദൈവത്തിന് സകലതും അറിയാം. പക്ഷെ ആ ദൗത്യത്തിൽ അത് നിവർത്തിക്കാൻ സമയമായില്ല. ഒരുപക്ഷെ 2025 മെയ് മാസം 5-ാം തീയതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പുള്ളവർ ഒരൊറ്റെണ്ണം രക്ഷിക്കപ്പെടില്ല. കാര്യം വർഷങ്ങളുണ്ടല്ലോ. യേശു വരുന്ന സമയത്തുള്ളവർ രക്ഷപ്പെട്ടുകൊള്ളും. അവർ തോന്നുവാസം പോലെ ജീവിക്കും. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും ഒരുങ്ങിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പോകുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞു. അവർ ആരാണ്? ഭാഗ്യവാന്മാർ, നിത്യജീവൻ പ്രാപിച്ചവർ. രണ്ടാമത് നോക്കുമോ, വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നതാണ്. യേശു ഈ യോഹന്നാൻ 5:24 യേശു ഈ വചനം പറഞ്ഞപ്പോൾ വേറെ ഒരു കൂട്ടർ കൂടി മറ്റൊരു പുനരുദ്ധാനത്തിലൂടെ കടന്നു വന്നു നിത്യജീവനെ സ്വീകരിക്കുമെന്നുള്ള കാര്യവും യേശുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ നിത്യജീവൻ അവകാശിയായി തീർന്ന മണവാട്ടിയെ പോലെ അല്ല രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവർ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പോകുന്നവർ ഭാഗ്യവാന്മാർ, അവർ വിശുദ്ധന്മാർ. രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ പോകുന്നവനോ കർത്താവിന്റെ വരവ് എടുക്കപ്പെട്ടു പോയി 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിക്ക് മുൻപായിട്ട് ആ ബാലവൃദ്ധം ജനവും കർത്താവ് അവിടെ ഒരു പുനരുദ്ധാനം പറയുന്നുണ്ട്. ആ പുനരുദ്ധാനത്തിൽ വരുന്നതിലും ചിലരുടെ പേർ ജീവപുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ തീപ്പൊയ്കൾ തള്ളുമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗണത്തിൽ പോകുന്നവർക്ക് ജീവപുസ്തകത്തിൽ പേരുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഗണത്തിലേക്ക് പോയവരുടെയും പേരുകൾ ജീവപുസ്തകത്തിലുണ്ട്. പക്ഷെ അവർ മണവാട്ടിയല്ല, വിശുദ്ധന്മാരല്ല, തീപ്പൊയ്കയിൽ ഇടുന്നില്ല. രണ്ടാമത്തെ ന്യായവിധിയിൽ അവർ കർത്താവെ ഇവർ എന്റെ നാമത്തെ നിഷേധിച്ചില്ല, എന്റെ വചനത്തെ കാത്തു എന്ന് പറയുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നമ്മെ അവിടുന്ന് രണ്ടാമത്തെ ഗണത്തിൽ ഒരു കൂട്ടരെ നീതീകരിക്കപ്പെട്ടവരായി നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നുകൊണ്ട് കർത്താവ് അവിടുന്ന് മാറ്റുന്നു. അവരെ തീപ്പൊയ്കയിൽ ഇടുന്നില്ല. അവർ ജീവപുസ്തകത്തിൽ, പ്രവാചകൻ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ഗണത്തിലുള്ളവരെ മാറ്റുന്നത്. മാറ്റിയിട്ട് ബാക്കി ശേഷിക്കുന്നവരെ മുഴുവനും ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളും. നമ്മൾ രണ്ടാമത്തെ ഗണത്തിലെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കരുത്. അത് വളരെ കഷ്ടമാണ്. 1000 വർഷം ദണ്ഡനത്തിൽ കിടക്കണം. 1000 വർഷം. അതിനുശേഷം മാത്രമേ ന്യായവിധി വരവുകയുള്ളൂ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ നിത്യജീവൻ അവകാശിയായി തീർന്ന മണവാട്ടിയെ പോലെ അല്ല രണ്ടാമത്തെ ഗണത്തിൽ വരുന്ന വ്യക്തി. രണ്ടാമതൊരു പുനരുദ്ധാനം വഴിയായിട്ടായിരിക്കും അവർ അതിനെ സ്വീകരിക്കുന്നത്. അത് നിത്യജീവൻ. അവർക്ക് നിത്യജീവൻ എന്ന് പറയുമ്പോൾ അന്ന് അവിടെ നൽകപ്പെടുന്നതാണ്. ആദ്യം അവർക്ക് നീതിയുടെ വസ്ത്രമാണ് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം മുൻപോട്ടെടുത്തു.
ആ ന്യായവിസ്താരം കഴിയുമ്പോൾ ഇവൻ എന്റെ നാമത്തെ കാത്തു, എന്റെ വചനത്തെ നിഷേധിച്ചില്ല എന്ന കാരണത്തിൽ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്, രണ്ടാമത്തെ ഗണത്തിൽ തള്ളപ്പെടുന്നത് എന്തുകൊണ്ട്, അതാണ് ഞാൻ അറിയേണ്ടത്. കർത്താവ് എനിക്ക് നൽകിയ വചനം ഞാൻ സ്വീകരിച്ച് ആ വചനം എന്നിൽ അപ്ലൈ ചെയ്ത് ഞാൻ വചന മണവാട്ടിയായില്ല, ആ വചനം പോലെ ജീവിച്ചില്ല. ക്രിസ്തു മുഴുവചനമാണ്, മുഴുവചന മണവാളൻ. ആ ശരീരത്തിന്റെ ഭാഗമായ വചനം കൊണ്ടാണ് എന്റെ അകത്തെ മനുഷ്യനെ, ആത്മീക മനുഷ്യനെ വചന മണവാട്ടിയെ ഉരുവാക്കുന്നത്. വചനം എന്ന് പറയാൻ പറ്റില്ല, വചന മണവാളൻ ശരിയാണ്. പക്ഷെ പ്രവാചകൻ പറയുന്നത് മണവാട്ടി ഉരുവാകുന്നത് വചനത്തിലല്ല, വെളിപ്പാടിലാണ്. വചനം നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ മെസ്സേജ് വായിച്ചാലും സ്വർഗത്ത് പോവില്ല, ഈ മെസ്സേജ് കേട്ടാലും സ്വർഗത്ത് പോവില്ല, ബൈബിൾ വായിച്ചാലും പോവില്ല. നമ്മൾ ജനനം മുതൽ ബൈബിളിലെ വായിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഷണ്ടൻ വായിച്ചതുപോലെ വായിച്ചു. ദൈവകൃപ ലഭിച്ചപ്പോഴാണ് വചനത്തിന്റെ ഉള്ളിൽ കിടന്ന നിത്യജീവന്റെ ആ മൊഴി നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവ്. അത് കൃപയാൽ. അതുപോലെ ഈ സന്ദേശവും പ്രവാചകൻ സംസാരിച്ചിരിക്കുന്നത്, നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചാല് ഈ ബൈബിൾ മുഴുവനും സംസാരിച്ചിരിക്കുന്നത് ഉപമയായും സാദൃശ്യമായും മർമ്മമായും ഗൂഢമായും തന്നെയാണ്. ഭാഗമായും വിവിധമായും ഇവിടെ അല്പം അവിടെ അല്പം വിക്കി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുവൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ഇതിന്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നമ്മൾ രാവിലെ പഠിപ്പിച്ച ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പറഞ്ഞ കാര്യം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. ഈ സ്നാനം ചെയ്യുന്നതിലൂടെ എന്ത് ലഭിക്കുമെന്നോ, നിങ്ങൾ ആരാണ് സ്നാനപ്പെടേണ്ടത്, എപ്പോഴാണോ സ്നാനപ്പെടേണ്ടത്, ആ നാമം എന്താണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് ഉപമയായി പറഞ്ഞതാ. കുറച്ചുകൂടെ പറഞ്ഞാൽ എന്താ, ഏദൻ തോട്ടത്തിൽ പിശാചിനെ വെച്ചത് എന്തിനാണ്? തോൽപ്പിക്കാൻ തന്നെയാണ്. അവൻ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കാത്തിരുന്നാൽ പിശാചി തെറ്റായിട്ട് ഉപദേശിച്ചാലും എന്റെ കർത്താവ് പറഞ്ഞത് എനിക്ക് മതി എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുമായിരുന്നു. അതുപോലെ യേശു മത്തായി 28:19 പറഞ്ഞ ശേഷം 20 പറഞ്ഞു, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ടുവേണം സകലരെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ. അപ്പോൾ ഉപദേശകനെ പ്രാപിക്കണം. ഉയർത്തിയതിനു ശേഷം മത്തായി 28:19 പറഞ്ഞിട്ട് യേശു വചനം നിർത്തിയില്ല. ലൂക്കോസ് വിശേഷം 24-ാമത്തെ അധ്യായം 46 മുതൽ 48 വരെയും പിന്നെ അപ്പോസ്തലപ്രവൃത്തിയിലും പറയുന്നു. അവൻ അവസാനം പറഞ്ഞത്, നിങ്ങൾ ശക്തി ധരിക്കുവോളം യെരുശലേമിൽ പാർക്കുവേൻ. അപ്പൊ ഈ കാണുന്ന സംഘടനാ സഭകൾ ഒന്നും ക്രിസ്തുവിന്റെ ഉപദേശം കൈക്കൊണ്ടവരല്ല. അന്ത്യകൽപ്പനയ്ക്ക് ഒരു അന്ത്യ ഉപദേശമുണ്ടായിരുന്നു. അന്ത്യകൽപ്പന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഇത് നാമവുമല്ല. അപ്പൊ ഉപദേശപ്രകാരം മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യോഹന്നാൻ 14:26 യേശു പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. ഈ പിതാവെന്നും പുത്രന്റെ പരിശുദ്ധാത്മാവെന്നും പറയാൻ ഉദ്ദേശിച്ച ഈ വാക്കുകളുടെ ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷ, ഇത് മരണത്തിനാണ്. ഇതാണ് ആത്മാവിന്റെ ശുശ്രൂഷ, ഇത് ജീവനാണ്. ആ ശിഷ്യന്മാർ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്ന മാളികമുറിയിൽ ചെന്ന് പരിശുദ്ധാത്മ ലഭിച്ചപ്പോൾ യേശു പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ലഭിച്ച ക്രിസ്തുവിന്റെ ഉപദേശവുമായി അപ്പോസ്തലന്മാർ ഇറങ്ങി വന്നാൽ എന്തു പറയണം? യേശു എന്തു പറഞ്ഞുവോ അതിന്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് പറയുന്നത് തന്നെ ആദ്യമായി അപ്പോസ്തലൻ പറയണം. അവർ മാളികമുറിയിൽ താഴെ ഇറങ്ങി വന്നപ്പോൾ കുറെ പാപികളായ ജനങ്ങൾ, അവരോടും ആദ്യം പറഞ്ഞത്, നിങ്ങൾ പശ്ചാത്തപിച്ചു മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. യേശു അപ്പോസ്തലൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ മാളികമുറിയിൽ കൂടിയിരുന്ന് ശക്തി ധരിക്കുവോളം ഇരിക്കാൻ പറഞ്ഞെങ്കിൽ, അങ്ങനെ ശക്തി ലഭിച്ച കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷമേ ഇറങ്ങി പുറപ്പെടാവുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ സ്വർഗരാജ്യം പ്രാപിക്കുന്നതെങ്കിൽ, അതേ പരിശുദ്ധാത്മാവ് പ്രാപിച്ച അപ്പോസ്തലന്മാരും താഴെ വന്ന് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാ ആദ്യം പ്രാപിക്കുന്നതിന് മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, പാപയേറ്റു പറഞ്ഞുപേക്ഷിക്കണം, യേശു ക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം എത്ര സ്പഷ്ടമാണ്, വ്യക്തമാണ്. ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവുമില്ല പുത്രനുമില്ല. അവനെ വീട്ടിൽ കൈക്കൊള്ളരുതെന്ന
ഇത് യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരുടെ ബോൾഡ്നെസ് കണ്ടോ, ഉറപ്പ് കണ്ടോ? നമുക്കതുപോലെ പറയാൻ പറ്റുമോ? നമ്മളെ അറിയാവുന്നവരുടെ മുന്നിൽ പറയണം. നമുക്ക് പറയാനൊരു പേടിയായി. കാര്യം എന്താ? ഞാൻ ഇന്നും വചനം പോലെ ജീവിക്കുന്നില്ല എന്നാണത് കാണിക്കുന്നത്. ഞാൻ വചനം പോലെ ജീവിക്കുകയും അവർ പറയണം നിങ്ങളെ കണ്ടപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങളെ വിശ്വാസ സ്ഥാനം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, പഴയ വ്യക്തിയല്ല, നിങ്ങൾ പല മാറ്റങ്ങളുണ്ട്. നിങ്ങളെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ സംസാരിച്ചപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ ഭാരവും ദുഃഖവും ഉണ്ടായിരുന്നു, അതൊക്കെ മാറിപ്പോയി. ഫോണിലൂടെ സംസാരിച്ചിരുന്നാലും അത് ഉണ്ടാവും. കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുവെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവരെന്നല്ല, അത് വേറൊരു ദേശം പറയുന്നുണ്ട്. യോഹന്നാൻ 8:47. ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും. ആദ്യം പറഞ്ഞത് യോഹന്നാൻ 8:47 യേശു പറഞ്ഞത് ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, ദൈവസന്തതി അല്ലായകയാൽ കേൾക്കുന്നില്ല. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ എല്ലാത്തിനുള്ള പ്രധാന ചർച്ച, സീറോ മലബാർ സഭ ആരായാലും, യഹോസാക്ഷികളോ യേശുനാമ സഭകൾ പോലും സ്നാനം മാത്രമേ ശരിയുള്ളൂ, ബാക്കി മുഴുവൻ പ്രവാചകൻ സംസാരിച്ചിരിക്കുന്ന മണവാട്ടിയുടെ മന്ന. ഇതല്ല അവർ ഭക്ഷിക്കുന്നത്. അവർക്ക് നീതീകരണം ലഭിക്കും. അതിനെ വിശ്വസിച്ച് 1-ാമത്തെ സ്റ്റേജ് അവർക്ക് കിട്ടും. തെറ്റായ ഉപദേശം അകത്ത് നിത്യജീവൻ പ്രാപിക്കുകയില്ല. അപ്പോൾ അപ്പോസ്തലന്മാരും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മ പ്രാപിക്കാൻ എന്തു ചെയ്തുവോ, അപ്പോസ്തലന്മാർ വരുമ്പോൾ യേശു പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചപ്പോൾ അതേ ക്രിസ്തുവിന്റെ ഉപദേശവുമായി ഇറങ്ങി തിരിച്ചവരും ആദ്യം പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പ്, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. 1-ാമത്തെ ഗണത്തിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കണം. അതിന് പാപമോചനത്തിനായി യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തണം. ഈ സ്നാനം ചെയ്യാത്തവർ മുഴുവനും, ഇനി ആരായാലും അവർ എതിർ ക്രിസ്തുക്കളാണ്. അതാ അവർ പറഞ്ഞത് വഞ്ചനയുടെ ആത്മാവേതെന്നും സത്യത്തിന്റെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. നമുക്കിന്നും അവർ വലിയ പുരോഹിതന്മാരും ഇടയന്മാരും ഇടയശ്രേഷ്ഠന്മാരും മഹാപുരോഹിതനുള്ള ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ എനിക്ക് എന്തു മനസ്സിലായി? അവരെ നിന്ദിക്കാൻ പോകണമെന്നല്ല, അവരോട് ഈ സത്യം പറയണം. അതിന് അവരുടെ ജീവൻ പ്രാപിക്കാൻ വെച്ചിരിക്കുന്നത് നമ്മളാ. നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടെങ്കിലേ പോവുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളിന് 100 രൂപ കടം കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണ്ടേ? ഇല്ലേ ബ്രദർ? ഇല്ലെങ്കിൽ പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ജീവൻ പ്രാപിച്ചു എങ്കിൽ ജീവൻ പകരാൻ പോകും. ജീവൻ അകത്തില്ലെങ്കിൽ ജീവൻ പകരാൻ പോകില്ല. അകത്തെ ജീവനാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. ദൈവാത്മാവ് വഴി നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിയിരിക്കും. ശക്തി ലഭിച്ചില്ലെങ്കിൽ ഉപവാസം. ശക്തി ധരിച്ചവൻ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത് വെറുതെ ഇരിക്കുന്ന ജീവനല്ല, അടങ്ങിയിരിക്കുന്ന ജീവനല്ല. രൂത്തിന്റെ കാര്യം നമ്മൾ മെസ്സേജ് കേട്ടു. രൂത്ത് നമ്മൾ പഠിച്ചതാണ്. രൂത്ത് അടങ്ങിയിരിക്കുന്ന വ്യക്തിയല്ല, കഠിനാധ്വാനിയ. അവൾക്ക് വേണ്ടുന്ന കറ്റ അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞ പോലെ, ബോവസ് യേശു ക്രിസ്തു മുൻകുറിയ. യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ പറഞ്ഞു നമുക്ക് വേണ്ടുന്ന കറ്റ വലിച്ചിട്ടേച്ച് പോകും, അവരുടെ ഇടയിൽ തന്നെ നിന്നുകൊള്ളണമെന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അപ്പോസ്തലന്മാർ പറഞ്ഞു ഇവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവനെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ സഭകൾ മുഴുവൻ ഞങ്ങൾക്ക് പത്രോസ് പറഞ്ഞത് വേണ്ട, യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിച്ചിട്ടുമില്ല, 1-ാമത്തെ ഗണത്തിൽ പോവുകയുമില്ല. അവരാരാണ്? എതിർ ക്രിസ്തുക്കൾ. ഇത് തിരിച്ചറിയണം. അവരോട് പറയണം. ഇത് പറയാൻ ക്രിസ്തു ദാഹിക്കുകയാണ്. യേശുവിന് ഇപ്പൊ ശരീരത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല, അത് നമ്മുടെ ഉള്ളിലായിരിക്കുന്നു എന്ന് ഉത്തമ ബോധമുള്ളവൻ ഇറങ്ങി പുറപ്പെടും. അതൊരു ആത്മാവിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ മുമ്പിൽ ലജ്ജിക്കില്ല. യോഹന്നാൻ സ്നാപകനെ നോക്കൂ, ഓരോ അപ്പോസ്തലന്മാരെ നോക്കൂ. തിളച്ച എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊണ്ട് ഇപ്പൊ ഇടും, അവര് കുലുങ്ങിയില്ല. എബ്രാഹിമിന്റെ 1 ഇരട്ടിയല്ല 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ട് അവര് കുലുങ്ങിയില്ല. ദാവീദ് ആടിനെ പിടിച്ചോണ്ട് പോയി, കരടി വന്നു, സിംഹത്തെ കണ്ട ഓടി വിളിക്കും നമ്മള്. ആ ഇടത്തിലെ സിംഹത്തെക്കാൾ വലിയൊരു സിംഹം എന്റെ ഉള്ളിലിരിക്കുകയാണ്. സൃഷ്ടികർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം. അവന് ആ സിംഹത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി, പവർ, റിസറക്ഷൻ പവറാ, പുനരുദ്ധാന ശക്തി എന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ഭയപ്പെട്ട് മാറി നിൽക്കുമെങ്കിൽ ആ ജീവൻ വന്നില്ലെന്നാണ് കാണിക്കുന്നത്.
ആ ജീവനുള്ളവൻ ആ ജീവൻ കൊണ്ടുപോകും. അവന്റെ അപ്പനാരാ? പിതാവ്, ദൈവം. കർത്താവിന്റെ ആട് അവനെ ഏൽപ്പിക്കാൻ കൊടുത്തു. അതിനെ അപ്പന്റെ കയ്യിൽ മടക്കി കൊടുക്കുന്ന ദൗത്യം അവനാണ്. അവന്റെ പ്രാണൻ പോയാലും വേണ്ടില്ല, അപ്പൻ സ്നേഹിക്കുന്ന ആടിനെ തിരിച്ചു കൊടുക്കണം. ഇതാകുന്നു നമ്മൾ. അപ്പൻ സ്നേഹിച്ച ആടാ. ഇതുപോലെ അപ്പൻ സ്നേഹിക്കുന്ന ആട് പുറത്ത് കിടക്കുകയാണ്. ആ ആട് എത്രയും പെട്ടെന്ന് കളപ്പനയിൽ ശേഖരിക്കപ്പെടാനാണ് യേശു വെയിറ്റ് ചെയ്യുന്നത്. അതേ ജീവൻ പകർന്നു എന്ന് പറയുകയും കർത്താവ് എന്നാൽ ഇപ്പോൾ ഞാൻ പോവുകയും പോയി, ഞാനും എന്റെ കുടുംബവും ഹല്ലേലൂയ. ഇവിടെ വന്ന ഹല്ലേലൂയ സ്തോത്രം പോലും പറയുമെന്നറിയില്ല. നോക്കൂ, എന്ത് ജീവനാ പകർന്നത്? ദൈവത്തിന്റെ ജീവനാണ് പറഞ്ഞതെങ്കിൽ അത് അടങ്ങിയിരിക്കുന്നതല്ല. അപ്പൊ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നത് ഈ നിത്യജീവൻ പ്രാപിക്കാത്തവർ. അങ്ങനെ പോകുന്നവൻ 1000 വർഷം ദണ്ഡന അനുഭവിക്കും. അതിനുശേഷം ഈ സഭകൾ മുഴുവൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചെന്താണ്? മണവാട്ടി അവിടെ പോയി ആരാധിക്കുമെന്ന്. മണവാട്ടിക്ക് അവിടെ ആരാധനയൊന്നുമില്ല. ഈ രണ്ടാമത് വരുന്നവരാണ് നമ്മുടെ സേവകര്. പഴയ നിയമത്തിൽ യോസേഫ് പുറംജാതിക്കാരിയെ വിവാഹം കഴിച്ച് അവൾ കൊട്ടാരത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ ജോസഫിന്റെ സഹോദരങ്ങളാകുന്നു വന്നിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തതുകൊണ്ട് അവരെ സ്തുതിച്ചത്, യോസേഫിനെ സ്തുതിച്ചത്. മണവാട്ടിയല്ല, അവൾ കൊട്ടാരത്തിൽ അവനുമായി ചേർന്ന് ഏകാത്മാവായി കഴിഞ്ഞു. അതേപോലെ ഒന്നാമത്തെ ഗണത്തിൽ പോകുന്നവർ ഭാഗ്യവാന്മാർ, അവർ വിശുദ്ധന്മാർ. അതുകൊണ്ട് അതിലേക്ക് വേണ്ടി പരിശ്രമിക്കുക. ആ നിത്യജീവൻ സ്വയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴെങ്കിലും ഇപ്പൊ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് വന്നുവെങ്കിലും പലപ്പോഴും അത് നഷ്ടപ്പെടുന്ന ഒരു അനുഭവമാകും. അപ്പൊ നമ്മൾ ഒരു നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി പോകും. അതിനു മുമ്പ് കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന വെയിറ്റ്ലെസ് ആയ ഒരു പ്രത്യേക അനുഭവമാണ്. ആത്മാവിനൊരു നിറവും സന്തോഷവും. എപ്പോഴെങ്കിലും നമ്മൾ വഴിതെറ്റിപ്പോയി പാപത്തിൽ വീണുപോയി നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ സാന്നിധ്യമില്ല, എവിടെയോ ഞാൻ തെറ്റിപ്പോയി. പ്രവാചകൻ പറയുന്നത്, ആ പ്രാവിപ്പോൾ ഇവിടുന്ന് പറന്ന് അടുത്ത മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ എപ്പോൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപമേറ്റു പറഞ്ഞു വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ ആ ആത്മാവ് വീണ്ടും വന്ന്, അത് ആത്മാവ് ആദ്യമേ വന്നെങ്കിൽ അവസാനം വരെയും പോവുകയുമില്ല. ഈ പോയി എന്ന് പറയുന്നത് സാന്നിധ്യം. അത് പാപത്തിൽ എവിടെയോ വീണുപോയത് കൊണ്ട് ആ ഒരു പൂർണ്ണ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അത് മരക്കൊമ്പിൽ നിന്ന് അങ്ങനെ പറന്നു പോകുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോയി, തനിച്ചായി പോയ ഈ കടലിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയാലുള്ള ഒരു ഭീതി ഉണ്ടാവും. മറ്റത് ക്രിസ്തുവിലായിരിക്കും എപ്പോഴും സന്തോഷവും ജയോത്സവവും, അങ്ങനെ ഒരു ജീവിതം തന്നെയായിരിക്കും. ഹല്ലേലൂയ, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യോഹന്നാൻ സുവിശേഷം 5:28 മുതൽ 29 വരെ. ഈ വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ മേഘങ്ങളിലേക്കുള്ള എടുത്തുകൊള്ളപ്പെടലിനെ കുറിച്ചല്ല പറഞ്ഞത്, റാപ്ചറിനെ കുറിച്ചല്ല. രണ്ടാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ ഗണത്തിൽ മണവാട്ടി പോയി കർത്താവുമായി വന്ന് 1000 ആണ്ട് വാഴ്ചകൾക്ക് ശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കായിട്ട് രണ്ടാമത്തെ ഒരു പുനരുദ്ധാനമുണ്ട്. ആദ്യം പോയവർ മരിച്ചവരാണ്. എങ്ങനെ? പാപസംബന്ധമായി മരിച്ച് ക്രിസ്തയേശു ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നത് പോലെ ജീവിച്ചവരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പോയവർ. അവർക്ക് രണ്ടാം മരണത്തിൽ കാര്യമില്ല. മറ്റതോ ഇനി കിടക്കുന്നതിലും ഒരു കൂട്ടർക്ക് രണ്ടാം മരണത്തിൽ കാര്യമില്ല. അവരാണ് രണ്ടാമത്തെ ഗണത്തിൽ കർത്താവ് നീതീകരിക്കപ്പെടുന്നവർ. അവർക്ക് നീതിയുടെ വസ്ത്രം കൊടുക്കുന്നു, അവരെ കർത്താവ് അവിടെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നു. ബാക്കിയുള്ളവർ രണ്ടാമത്തെ മരണം, അത് തീപിഴിക എന്നേക്കുമായി അത് നശിപ്പിച്ചു കളയുന്നു. അപ്പോ കർത്താവ് യോഹന്നാൻ 5:28 29 പറഞ്ഞത് ആദ്യ ഗണത്തിൽ പോകുന്ന പുനരുദ്ധാനത്തെ കുറിച്ചല്ല. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഭൂമിയിൽ അപ്പോൾ ജീവനോടെ ഇരിക്കുന്ന മണവാട്ടിയുടെ ഉൽപ്രാപണ സമയത്ത് കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ആര്? നോക്കിക്കോളാം. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഭൂമിയിൽ അപ്പോൾ ജീവനോടെ ഇരിക്കുന്ന മണവാട്ടിയുടെ ഉൽപ്രാപണ സമയത്ത് കല്ലറകളിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. പിന്നെയോ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നാൽ ലോകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനായി ജനിച്ചാൽ നാം എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. മരണം നിശ്ചയം. എപ്പോൾ മരണ വീടുകളിൽ പോയി കണ്ടിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾ കൊണ്ട് അവർ പറയുന്നു, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്തില്ലായിരുന്നോ? എല്ലാവരും മരിക്കില്ല.
നമുക്കൊന്ന് പ്രത്യേകിച്ച് ഈ നിമിഷം കർത്താവ് വരികയാണെങ്കിൽ മുൻപ് അല്പ സെക്കൻഡുകൾക്ക് മുൻപ് വരെ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മിൽ ആരാണോ പോകേണ്ടത് അവർ ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെട്ടു പോകും. ഇതാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാനും ആ മലയിൽ പോയ സമയത്ത് യേശു അവർക്ക് പകരമായി രൂപാന്തരം. നമുക്ക് മുൻ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച യേശു ക്രിസ്തു രൂപാന്തരം സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ഇത് ലോകം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? 1 Thessalonians 4:16 കർത്താവ് താൻ നമ്മൾ ഇന്നോട് ഒരു പാട്ട് പാടി ശ്രദ്ധിച്ചോ? ഒരു പാട്ട് പാടി അത് ഏതാ? അല്ല, പ്രധാന ദൂത ശബ്ദം കേൾക്കും, കാന്തൻ വരാറായി നാമം പോകാറായി എന്ന് പറഞ്ഞില്ലേ ആ പാട്ടിന് വരി. എങ്ങനെ അവിടെ ഈ ലോകം പഠിപ്പിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂത ശബ്ദം. നമ്മൾ പറയുന്നത് എന്താ? കർത്താവ് താൻ ഗംഭീരനാദം കേട്ട് കഴിഞ്ഞു. അതായത് സംഘടനാ സഭയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ വിളിച്ച് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്ന വിളിയാണ് കർത്താവ് താൻ ഗംഭീരനാദം. ഇത് വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് വിളിച്ചു കഴിഞ്ഞു. ഇതിന്റെ കഴിഞ്ഞുപോയ ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകനിലൂടെ അന്നത്തെ സംഘടനാ സഭയിലേക്ക് വിളിച്ചു പറഞ്ഞത്. അന്നത്തെ സംഘടനാ സഭ എങ്ങനെയായിരുന്നു? പരീക്ഷാപക്ഷം, സദൂക്യപക്ഷം, ശാസ്ത്രിമാരുടെ പക്ഷം, ഇങ്ങനെ ഇന്ന് പെന്തക്കോസ്, മാർത്തോമ, കത്തോലിക്ക, ലൂഥറൻ പക്ഷം, സൗന്ദര്യ യഹോസാക്ഷികൾ എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായി നിൽക്കുന്ന വ്യത്യസ്ത ഉപദേശത്തിൽ നിന്ന് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് കർത്താവ് താൻ ഗംഭീരനാദം യോഹന്നാൻ സ്നാപകനിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ട് വിശ്വസിച്ചവർ ആ സഭയും കൂട്ടവും സംഘടനയും വിട്ട് പുറത്തേക്ക് വന്നു. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. അപ്പൊ നമ്മളെ ഇന്ന് രണ്ടാമത്തെ വിളിയാണ് ആ പാട്ട്. നമ്മൾ കർത്താവ് താൻ ഗംഭീരനല്ല, പ്രധാന ദൂത ശബ്ദം. നമ്മളങ്ങനെ അടുത്ത് നമ്മൾ കേൾക്കേണ്ട ശബ്ദം ഏതാ? പ്രധാന ദൈവദൂത ശബ്ദം. കർത്താവ് താൻ ഗംഭീരനാദം. ഇത് ഒന്നാമത്തെ വിളി നമ്മൾ കേട്ടു. ആമേൻ. പ്രവാചകരിലൂടെ, അതായത് മത്തായി 13:30 യേശുക്രിസ്തു വിത്ത് വിതച്ചു, പിശാചും വിത്ത് വിതച്ചു, രണ്ടും സഭയിലിരിക്കുന്നു, കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിന്റെ നാളിൽ യജമാനൻ ഗോതമ്പിനെ കളപ്പുരയിൽ, കളകളെ ആദ്യം തീക്കായി കൂട്ടിക്കെട്ടുകയും ഗോതമ്പിനെ കളപ്പുരയിലേക്കും. അപ്പൊ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണമെങ്കിൽ ഒരു കർത്താവ് താൻ ഗംഭീരനാദം വേണം. പ്രവാചകൻ പറയുന്നത് ഇതിവിടെ 3 വിളിയാണ്. ലോകം പഠിപ്പിക്കുന്ന ഒറ്റ ശബ്ദം, ഒറ്റ കണ്ണിമയ്ക്കുന്നതിനുള്ള സംഭവിക്കുന്നതെന്നാണ്. ഇത്രയും ഞാനും അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊരു പുസ്തകമൊക്കെ തയ്യാറാക്കി ഞാൻ ലോകത്തൊക്കെ കൊണ്ടുകൊടുത്തിരുന്നു, സംഘടനാ സഭയിലൊക്കെ കൊടുത്തിരുന്നു. ഈ ലോകവും അതിലുള്ള മനുഷ്യരും എവിടെ നിന്ന് എങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കി 40,000 രൂപയാണ് അന്ന് ആ പുസ്തകം തയ്യാറാക്കിയത്. എല്ലാം സൗജന്യമായിട്ടാണ് കൊടുത്തത്. 143 പേജുള്ള പുസ്തകം എഴുതി തയ്യാറാക്കി ഞാൻ ഈ പെന്തക്കോസ്തിനും ബന്ധുക്കൾക്കും എല്ലാം കൊണ്ട് കൊടുത്തിരുന്നു. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. രണ്ടാമത് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും അന്ന് 29,000 രൂപ, ചെറിയ പുസ്തകം, ഇതുപോലെ ഈ വലിപ്പമുള്ള, മറ്റേ കുറച്ച് വലിപ്പമുള്ള പുസ്തകം 29,000 രൂപ ചെലവാക്കി വീണ്ടും ഈ വക കാര്യങ്ങൾ പ്രവാചകനിലൂടെ സംസാരിച്ചത് മുദ്രയും സഭാകാലം വായിച്ചപ്പോൾ അതിൽ കേട്ട കുറെ മർമ്മങ്ങൾ, രഹസ്യങ്ങളും പറയാവുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വീണ്ടും ഈ കൊണ്ടുകൊടുത്തത് എല്ലാം കൊണ്ടുകൊടുത്തു. പിന്നെ 4 തവണ 1000 വെച്ച് ആദ്യത്തെ പുസ്തകം 1000 പ്രിന്റ് ചെയ്തു. പിന്നീട് 4000 പുസ്തകം 1000 വീതം പ്രിന്റ് ചെയ്ത് അനേകം പേർക്ക് കൊണ്ടുകൊടുത്തു. കാര്യം അവരുടെ ജീവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാവൽക്കാര രാത്രി എന്തായി ഒരു മെസ്സേജ് ഉണ്ട് പ്രവാചകൻ എടുത്തത്. ആ കാവൽക്കാരനാണ് വില്യം മരിയം ബ്രൻഹാം. ആ രാത്രി എന്തായി, കർത്താവിന്റെ വരവിന് സമയമായോ, അത് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്റെ കൂടെ ഉള്ളവരുടെ ജീവന്റെ രക്തത്തിന്റെ വില, ഈ സത്യസുവിശേഷം അവരോട് അറിയിച്ചില്ലെങ്കിൽ രക്തത്തിന്റെ വില എന്നോട് ചോദിക്കും. ആദ്യം ശക്തി ലഭിച്ച എവിടെ പോകണം? യഹൂദ്യ. എവിടെ? സ്വന്തം കുടുംബം. പിന്നെ യെരുശലേം, സ്വന്തം സഭ, സ്വന്തം നമ്മൾ അതുവരെ നടത്തിയെന്ന് പറയുന്ന പുരോഹിതനും വിശ്വാസികളുടെ ഇടയിൽ തന്നെ പോകണം. ബൈബിൾ, ദൈവവചനം. ഈ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. മാറി നിൽക്കുന്നവനല്ല, ചഞ്ചലിക്കുന്നവനല്ല, ഭയപ്പെടുന്നവനല്ല. ആദ്യം യഹൂദിൽ എന്റെ കുടുംബത്ത് പറയണം, ഭർത്താവിനും ഭാര്യയുടെ സഹോദരനും മക്കളോടും പറയണം, ബന്ധുമിത്രാളുടെ പറയണം, ലജ്ജിക്കരുത്. അത് കഴിഞ്ഞിട്ട് യെരുശലേം ദേവാലയം, ഞാൻ അതുവരെ ഇരുന്ന ആലയത്തിൽ പോയി പറയണം. ഞാൻ പുരോഹിതനോട് തന്നെ ചെന്ന് പറഞ്ഞു, ഈ ബ്രദറും എന്ന് പറഞ്ഞു, അലക്സാണ്ടർ ബ്രദർ, ജോയൽ ബ്രദർ തന്നെ സഭയിൽ ചെന്നവർ കാല് തൊട്ട് പറഞ്ഞു, മേലാൽ ഈ സഭയിൽ കയറി പോകരുതെന്ന്, ആ ജനത്തെ തെറ്റിച്ചു കളയുമെന്ന്. അടങ്ങിയിരിക്കുകയല്ല, ആ സഭകളിൽ തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ യഹൂദിയയിലും യെരുശലേമിലും പിന്നെ ഇവിടെ ശമരിയയിലും
കോളനികളില്, പാപികളുടെ പ്രദേശത്ത് പോവോ നമ്മള്? നോക്കൂ, നമ്മൾ തന്നെ പാപത്തിൽ ജീവിച്ച വ്യക്തികളാണ്. ഞാൻ എന്റെ കാര്യം പറയാം, മഹാപാപിയായിരുന്നു. ആ തരത്തിൽ ജീവിച്ചപ്പോൾ അങ്ങനെ ഞാൻ പാപിയാണെന്ന് അറിയാവുന്നവരുടെ ഇടയിൽ ഞാൻ കൊണ്ടുപോയി. ലജ്ജയൊന്നും തോന്നിയില്ല. ഇന്നും പറയുന്നവരുണ്ട് അവൻ ആരാണെന്ന് അറിയാം. സ്നാനത്തിന്റെ ക്ലാസ്സിന് വേണ്ടി പഠനത്തിന് ചെല്ലുമ്പോൾ എന്റെ ചേട്ടൻ തന്നെ വീണ്ടും അവരെ വീട്ടിൽ എങ്ങനെ അറിയണമെന്ന് പറഞ്ഞില്ല. ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി സുവിശേഷം അറിയിട്ട് പോന്ന് കഴിയുമ്പോൾ എങ്ങനെ അറിയണോ ചേട്ടൻ ഉടനെ അവിടെ എത്തും. അവൻ ആരെന്ന് അറിയാമോ? അവൻ പണ്ടെങ്ങനെ നടന്നറിയാമോ? അവൻ പറയുന്നത് കേൾക്കരുത്, ദുരുപദേശമാണ്. വന്നവരൊക്കെയും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ആടുകളല്ല, അതുകൊണ്ട് പോയി. എന്റെ ആടുകൾ എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ലെന്നാ ഇന്നും അവര് പറഞ്ഞിരിക്കുന്നു. ഈ ബ്രദറും പറഞ്ഞു, മഹാഭാവിയായി ജീവിച്ചതാ, അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ വന്നു. ഞാൻ പാപികളെ തേടി എത്രയോ വന്നത്. ഈ സന്ദേശം അടുത്ത് ശമരിയയില് പാപികളുടെ ഇടയില് ആ കിണറ്റീരിലെ സ്ത്രീ അറിയിച്ച എന്താണെന്ന് അറിയാമോ? നമ്മൾ പോയി ചെന്ന് പറയൂ, അത് വെളിപ്പാട് അറിയണം. ആ കിണറ്റീരിലെ സ്ത്രീ ലോകപ്രകാരം ഭർത്താവിനോ കുഞ്ഞുങ്ങൾക്കോ വെള്ളം കോരാൻ കൊണ്ടുവന്നതാണ്. അവന് ആരാണ് ഈ നിൽക്കുന്നതെന്ന് മശിഖ എന്ന് അവൾ പറഞ്ഞു. മശിഖ എന്ന് ചാര, യഹോവ രക്ഷകൻ, സൃഷ്ടികർത്താവാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. മനസ്സിലായപ്പോൾ അവൾ 6 ഭർത്താവുള്ളവളായിരുന്നു. അവൾ നല്ലൊരു സ്ത്രീയാ. ഓരോ വിവാഹവും കഴിച്ചത് നല്ലൊരു ഭർത്താവിനെ അന്വേഷിക്കുകയായിരുന്നു. ഒരു ഭർത്താവ് നല്ലതായിട്ട് കിട്ടിയില്ല. ഇതാ 7ാമതൊരു ഭർത്താവിനെ കിട്ടി, കർത്താവായ യേശുക്രിസ്തു. അവളുടെ ജീവിതം അവൾ യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവൾ ഓടി. വീട്ടിലിരുന്ന ഭർത്താവിന് ചോദിക്കാൻ പോയില്ല, അനുവാദം ചോദിക്കാൻ പോയില്ല, വെള്ളം കോരാൻ കൊണ്ടുവന്ന കൊടകൂടെ കാതിട്ട് അവൾ ഓടി കറക്റ്റ് സുവിശേഷം പറഞ്ഞു. നമ്മളാരും ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത, പറയാൻ അറയ്ക്കുന്ന സുവിശേഷം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, വന്നു കാൺമീൻ. അതായത് എന്നോടൊപ്പം മദ്യപിച്ച് കൂത്താടി അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിരുന്ന ഒരു മനുഷ്യരുടെ ഇടയിൽ അവർ പാപിയായിട്ട് ജീവിക്കുകയാണ്. അവിടെ വ്യഭിചാര പ്രത്യേകിച്ച് ചെയ്ത സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഇടയിൽ ചെന്ന് പറയാണ്, ഞാൻ എങ്ങനെ ഉള്ളവളാണെന്ന് കണ്ടുപിടിച്ച ഒരുവൻ അതാ അവിടെ നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം, വരുമോ? ഈ ബോഡി ഞാനും ഒരു പാവിയാണെന്ന് അയാൾ വിളിച്ചു പറയും. അത് ജനം അറിയും. ഞാൻ നാറും, ഞാൻ വരില്ല എന്നല്ല. വായിച്ചു നോക്കും, ആ പട്ടണം മുഴുവൻ പിടിപ്പിക്കപ്പെട്ടു. അവരാത്മാവിൽ ദരിദ്രനായിരുന്നു. നമ്മളെപ്പോലെ കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനും എന്റെ കുടുംബമൊന്നല്ല. അവളുടെ ഉള്ളിൽ വന്ന ശരിയായ ആത്മാവാണ്. ആ ആത്മാവ് ഈ യേശുവിന്റെ ഹൃദയം തുടിക്കുന്നത് എന്തെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ പാപികളുടെ ഇടയിലേക്ക് പോയി, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാണും. എനിക്കൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ സുവിശേഷം അറിയിക്കാൻ പോകുന്നത് എനിക്ക് പറയാനുള്ളതുകൊണ്ടല്ല. യേശു പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നാവിൽ നൽകാമെന്ന്. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൂ. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നും. പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല, പറയണം. ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, നിങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാർ നിങ്ങളുടെ വീട്ടിൽ വരും. മതി, അടുക്കളയിൽ നിന്നായാലും പറഞ്ഞു നോക്കൂ. ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വീട്ടമ്മയല്ലേ, എനിക്കെങ്ങനെ പോകാൻ പറ്റും? ആ വീട്ടിലും വരും പലരും. നിങ്ങളും പോകും, പല കല്യാണത്തിനും മരണത്തിനും പല യാത്രകളും പോകും. അവിടെ എല്ലാം പറയാം. ദൈവം എവിടെയാണോ നിങ്ങൾ കുടുംബത്താക്കി അവിടെ നിങ്ങൾ ഒന്നാമത്തെ സ്ഥാനം അത് വഹിച്ചുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. നിങ്ങളൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ ആ ഇടത്തിൽ നിങ്ങൾ അറിയിച്ചിട്ടാണോ പുറത്തേക്ക് പോണത്? പുറത്തു പോകാൻ ഭയങ്കര വമ്പല. സ്വന്തം വീട്ടിൽ പോലും അറിയിച്ചിട്ടില്ല, സ്വന്തം പള്ളിയിൽ അറിയിച്ചിട്ടില്ല, സ്വന്തം ജോലി സ്ഥലത്ത് അറിയിച്ചിട്ടില്ല. അങ്ങനെയല്ല ചെയ്യാൻ. അതൊരു ആത്മാവിന്റെ പ്രവൃത്തിയാണ്. പറയുമ്പോൾ വിദ്വേഷ ദേഷ്യം തോന്നരുത്. അതൊരു പ്രത്യേക ലൈഫാണ്. അത് ഈ ലോകത്തെ ജ്ഞാനം അല്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ ഭോഷത്വം. പക്ഷെ നമ്മുടെ ഈ പ്രസംഗവും വില്യം ബ്രൺഹാം ഉപയോഗിച്ചിരിക്കുന്നു, ഒരു ഭോഷനെ ഉപയോഗിച്ചിരിക്കുന്നു. അതെ, ഈ ഭോഷത്വത്തിന്റെ പ്രസംഗത്താലും ദൈവം ചിലരെ പിടിപ്പിക്കുന്നു. അതവർ അറിയുന്നില്ല. അത് എനിക്ക് അഭിമാനമാണ്, ഈ ഭോഷത്വം എന്ന് പറയുന്നത്. അപ്പൊ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പുറപ്പെടും. അവൾ ചെന്ന് പറഞ്ഞതും അത് തന്നെയാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോ ക്രിസ്തുവിൽ മരിച്ചവർ 2ാമത്തെ ഗണത്തിൽ വരുമ്പോൾ അത് വളരെ കഷ്ടമാണ്. അപ്പൊ കർത്താവ് താൻ ഗംഭീരമാണ് പറഞ്ഞത്. 1ാമത്തെ വിളി വില്യം മാരിയം ബ്രൺഹാമിലൂടെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് ശബ്ദം? 2ാമത്തെ ശബ്ദം. ക്രിസ്തുവിൽ മരിച്ചിരിക്കുമ്പോൾ മരിച്ചവർ ആദ്യ ഫലമായി വരികയും, നമുക്ക് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മറുമലയിൽ പോയി. ശ്രദ്ധിക്കും, കുഞ്ഞാണ്ടി വിളിച്ചോട്ടെ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മറുമലയിൽ പോയി. അവരോട് നിൽക്കുന്നു. മോശയും ഏലിയാവും കല്ലറകൾ പൊട്ടി പുറത്തേക്ക് വന്നപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടിട്ടാണ് വന്നത്. ലാസറിനോട് പറഞ്ഞതുപോലെ കയറി വാ അല്ലെങ്കിൽ പുറത്തേക്ക് വാ എന്നൊരു ശബ്ദം കേട്ടു. അതാണ് പ്രധാന ദൈവദൂത ശബ്ദം. ആ ശബ്ദം മോശയും ഏലിയാവും പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് പത്രോസും യാക്കോബും യോഹന്നാനും കേട്ടില്ലല്ലോ. കേട്ടോ? ഇല്ല.
അവിടുന്ന് ഇനി എവര് കേൾക്കാൻ പോകുന്ന ശബ്ദം ഏതാ? ദൈവത്തിന്റെ കാഹളം. അപ്പൊ മനസ്സിലായോ? മോശയും ഏലിയാവും വന്നപ്പോൾ ഒന്നാമത്തെ ശബ്ദം കേട്ട വ്യക്തിയെ രണ്ടാമത്തെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. ആമേൻ, ആമേൻ. അതായത് ബ്രദറെ, ഈ സംഘടനാ സഭയില് ദൈവിക വെളിപ്പാടുകൾ കർത്താവ് നമ്മോട് സംസാരിച്ചത് കേട്ടവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിച്ചിട്ട് രണ്ടാമത്തെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. എത്ര മഹത്വം നോക്കൂ. എല്ലാവരും കർത്താവിന്റെ വരവിൽ പോകുമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബന്ധുജനങ്ങളും ലോകക്കാരും ഇരിക്കുന്നു. ഒന്നാമത്തെ വിളിയെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇന്നലെ ഇന്ന് ബ്രദറും ചർച്ചില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ കോമ്പൗണ്ടിനകത്ത് 6 ആൾക്കാരാ അവിടെ കൊണ്ടുപോയാണ്. അവർ ഒന്നാമത്തെ ശബ്ദം കേൾക്കാൻ നമ്മൾ കേട്ട ശബ്ദം അവർ അറിയിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, യഹസ്കേൽ പറഞ്ഞത് ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ പിന്നത്തേതിൽ അറിയേണ്ടതിന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പോയി പറ. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ശബ്ദം കേട്ട നമ്മൾ ഇനി ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശബ്ദം കേൾക്കുകയും മരിച്ചില്ല ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അവരോടുകൂടെ നാം കയറി വരുമെന്നുള്ള ദൈവത്തിന്റെ കാഹളം കേൾക്കും. അപ്പോൾ ദൈവത്തിന്റെ കാഹളം കേൾക്കുന്ന വ്യക്തിയും പ്രധാന ദൈവദൂത ശബ്ദം കേൾക്കുന്ന വ്യക്തിയും കർത്താവ് താൻ ഗംഭീരനാഥം കേട്ട വ്യക്തിയാണ്. ഗംഭീരനാഥത്തിൽ എന്താ ഉള്ളത്? അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ എന്ന് വിളിച്ച വിളിയാണ്. പിന്നെ എങ്ങനെ എനിക്ക് ആ സഭയിൽ പോയിരിക്കാൻ പറ്റും? നോക്കൂ, വിശ്വാസം സംബന്ധിച്ചാണ് അവർ കൊള്ളരുതാത്തവർ. അവരുടെ കൂട്ടായ്മയിൽ പോകരുത്. മണവാട്ടിക്ക് വേണ്ടി അനുകരിച്ച് പ്രാർത്ഥിക്കേണ്ടത് ജാതികളല്ല, നമ്മൾ വിശുദ്ധ വംശവും സ്വന്തം ജനമാണ്. നമ്മളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മളെ തലേ കൈകൊണ്ട് അങ്ങൊന്നും കൊടുക്കുന്നത്. എത്ര കൊടിയ പാസ് എന്ന് പറഞ്ഞാൽ ശരി, വീട്ടിൽ വന്നാലും ശരിയല്ല, പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാണ് വിടേണ്ടത്. ഓക്കെ. അപ്പൊ കർത്താവ് താൻ ഗംഭീരനാഥം ലോകം പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഒന്നാമത്തെ ശബ്ദം കേട്ടവർ മാത്രമേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശബ്ദം കേൾക്കുകയുള്ളൂ. ഒന്നാമത്തെ ശബ്ദം ഇന്ന് എളിയ മനുഷ്യനായ വില്യം മരിയം ബ്രങ്ഹാമിലൂടെ കർത്താവ് വിളിച്ച് സംസാരിച്ചു. എന്താത്മാവിൽ? ഏലിയാവിന്റെ ആത്മാവിൽ. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പ് ദിവസം പറഞ്ഞാണ് എന്തിനാണ് ഏലിയാവിന്റെ ആത്മാവിനെ അയച്ചത്? വെളിപ്പാട് 11 ആത്മാവ് തന്നെ മതിയായിരുന്നല്ലോ. ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന 2000 വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ അല്പസമയത്തിൽ ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന അത്രത്തോളം ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് സാധാരണ ഒരു ദൈവാത്മാവിൽ സംസാരിക്കാനല്ല, ഏലിയാവിന്റെ ആത്മാവിനോടുകൂടി. ഏലിയാവിന്റെ ആത്മാ സ്വഭാവം അങ്ങനെ വെട്ടൊന്ന് തുണ്ട് രണ്ട്. കാര്യം എന്താ? സമയമില്ല. നമ്മൾ തന്നെ ഇതിപ്പോ കുലുങ്ങി വീഴാൻ പോകുന്നു നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല. പെട്ടെന്ന് അതുപോലെ അതേ ആത്മാവ് വ്യാപരിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും സഭക്കാരും ലോകത്തോടും അതേ ആത്മാവിൽ തന്നെ നമ്മൾ പറയും, സമയമില്ല, ഒരുങ്ങിക്കൊള്ളൂ. അതാണ് ഏലിയാവിന്റെ ആത്മാ സ്വഭാവം. ഓക്കെ. അപ്പൊ കർത്താവ് താൻ ഗംഭീരനാഥം ഇത് മൂന്ന് സമയത്ത് നടക്കുന്നതാണ്. ഒരു സമയത്തല്ല. അവർ പറയുന്നത് കണ്ണിമയ്ക്കുന്നത് നടക്കുന്നത് ഒരു സംഭവം മാത്രം, രൂപാന്തരം മാത്രം. നോക്കൂ, ഇതൊക്കെ തെറ്റായി പഠിപ്പിച്ച് ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് സഭകളിലെല്ലാം പൈസ ശ്രമിച്ചിരുന്നത്. ദൈവ കൃപയല്ലേ ഇതൊക്കെ അറിയുന്നത്. അപ്പൊ ജയിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ മന്ന മൂടി വെച്ചിരിക്കുന്നത്. യേശു പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന വെളിപ്പെടുത്തി കൊടുക്കും. എത്ര വലിയ കൃപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കൂട്ടായ്മയെ കുറിച്ച്, ഈ മെസ്സേജിനെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കരുത്. കോടിക്കണക്കിന് ജനത്തിന് ലഭിക്കാത്ത മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് കിട്ടി വീട്ടിൽ ഇരുന്ന് വായിച്ചിട്ടും ഡാൻസും കാര്യമല്ല, ഇതിനകത്താകണം. ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും ആകുന്നത് പോലെ ഈ മെസ്സേജ് മണവാട്ടിയുടെ മന്ന, ഈ ബൈബിൾ എന്ന് പറയുന്നത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. വെളിപ്പാട് 11 ഒരു ദൂതൻ വരുമ്പോൾ തുറന്നൊരു ചെറു പുസ്തകം, ഇതിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം തുറന്നു തരുന്ന ഒരു പുസ്തകമാണ്. ഇതും മർമ്മമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ മർമ്മമായിട്ട് അത്രേ സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് പ്രവാചകനിലൂടെ 7ാം സഭാദൂതന്റെ ശബ്ദത്തിന്റെ നാളിൽ മുൻ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ ദൈവത്തിന്റെ മർമ്മം നിവർത്തിയാകുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തുകൊണ്ട് മർമ്മമായി സംസാരിച്ചു? എന്തായിരിക്കും ഉദ്ദേശം? ഒറ്റ ഉദ്ദേശം, നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവിലായാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മൾ ഈ സഭയിൽ വന്നിരുന്നാലും എത്ര വർഷം കേട്ടിരുന്നാലും ദൈവവചനം പോലെ ജീവിക്കില്ല. കാര്യം ജീവിപ്പിക്കുന്നത് നമ്മളല്ല. നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് എന്നിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം എന്നിൽ കൊണ്ട് ജീവിപ്പിക്കുന്നത്. അതിനാണ് ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത്.
സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നാൽ യോഹന്നാൻ 5:28-29 എല്ലാവരും കല്ലറകളിൽ നിന്ന് പുനരുദ്ധാനം ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എന്നാണ്. ഇവിടെ എന്താണ്? വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടിപ്പുറപ്പെടുന്ന കാര്യം വേറെ, എല്ലാവരുടെ ആബാലവൃദ്ധം ജനങ്ങളുടെയും കല്ലറ ഇപ്പൊ അഗ്നിക്ക് ദഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയാലും ഏത് തരത്തിലായിരുന്നാലും കർത്താവ് അവരെ വീണ്ടും ശരീരധാരിയായി കൊണ്ടുവരും. അത് രണ്ടാമത്തെ പുനരുദ്ധാനം. ആ രണ്ടാമത്തെ പുനരുദ്ധാനത്തിലും കുറച്ചു പേർക്ക് നിത്യജീവൻ ലഭിച്ച് നീതിയുടെ വസ്ത്രം ലഭിച്ചെടുക്കുകയും ബാക്കിയുള്ളവരെ നരകത്തിലേക്ക്, അതായത് തീപ്പൊയ്യിലേക്ക് തള്ളുകയും ചെയ്യും. മരിച്ചവർ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ കൊണ്ടുവരപ്പെടുകയും അവരുടെ പ്രവൃത്തികൾക്കനുസരണമായി അവരെ ന്യായം വിധിക്കുകയും ചെയ്യും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം അഗ്നിപ്പൊയ്കയിൽ തള്ളപ്പെടും. നോക്കൂ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവർ മാത്രമാണ് ദൈവത്തിനുള്ളവർ. അല്ല എങ്കിൽ അവരിൽ നിത്യജീവൻ ഇല്ല. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു. ന്യായവിധി സമയത്ത് അവർക്ക് എങ്ങനെ നിത്യജീവൻ ലഭിക്കും എന്ന ചോദ്യം ഇവിടെ ഉണരുകയാണ്. അതായത് ഒന്നാമത്തെ ഗണത്തിൽ പോയവർ നിത്യജീവൻ പ്രാപിച്ചവർ, അതായത് പരിശുദ്ധാത്മാവുള്ളവരും വിശുദ്ധന്മാർ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഗണത്തിൽ പോയവർക്ക് എങ്ങനെ നിത്യജീവൻ ലഭിക്കും എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ? എന്റെ മറുപടി, ചിലർക്ക് പൊതുവായ ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പ് ചിലർക്ക് അതിന് പിൻപും നിത്യജീവൻ ലഭിക്കുന്നു. മനസ്സിലായോ? പൊതുവായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്. എല്ലാവരും ആ പൊതുവായ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് ചിലർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവരാണ് ആദ്യ ഗണത്തിൽ പോകുന്നത്, വിശുദ്ധന്മാർ, മണവാട്ടി. ചിലർക്ക് പൊതുവായ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് അവർ വരുന്നത്. അവർ എവിടെയാ വരുന്നത്? ന്യായവിധിക്കായി നമ്മുടെ മുമ്പിലാണ്, കർത്താവിന്റെ മുമ്പിൽ തന്നെയാണ്. പക്ഷെ വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അവരെ ന്യായം വിധികയിൽ അകപ്പെടാതിരിക്കാനാണ് അവരുടെ ജീവനുമായി ഇന്നും നമ്മൾ ട്രാക്കുമായി പോകുന്നത്. നാളെ ഉണ്ട്, ഈ ബുധനാഴ്ച വരെ ഉണ്ട് കൺവെൻഷൻ, എല്ലായിടത്തും കൺവെൻഷനാണ്. കാര്യം എന്താ? ആ ജീവൻ എന്നിൽ പകർന്നിരിക്കുകയാണ്. ആ പകർന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ അനുസരിക്കാതിരുന്നാൽ രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ അവർ വരും. അവരെ അറിയിച്ചില്ല എന്നവർക്ക് കേൾക്കാൻ പറ്റില്ല. അന്ന് നമ്മുടെ മുമ്പിൽ വലിച്ചേറി കളഞ്ഞ ഈ പേപ്പറുകൾ, ട്രാക്കുകൾ മുഴുവൻ അവിടെ വരും. അവർ വായിച്ച് മറ്റൊരുത്തനിൽ രക്ഷയില്ല, ഒരേ ഒരു നാമം കർത്താവേ നീ മാത്രം എന്ന് പറഞ്ഞതും സകലതും. നോക്കൂ, നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഇവരെല്ലാം വിളിച്ചു പറയുന്നത് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ സൈന്യങ്ങളുടെ യഹോവ തന്നെ, കയറിപ്പോണ യേശു ക്രിസ്തു. ഇവര് പറയുന്നു, നമ്മളൊരു വീട് വാലിയാച്ച സമയത്തും കടവ് കാണുന്ന സമയത്തും എപ്പോഴും പറയാണ്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പുരോഹിതനകത്ത് പോവുകയാണ്, പക്ഷെ അടുത്ത് വായിക്കാണ്, മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ സൈന്യങ്ങളുടെ യഹോവ തന്നെ. യെരൂശലേം ദേവാലയത്തിൽ പോണ കാര്യമാണ്, വീട്ടിൽ കയറാനുള്ളതല്ല. നമ്മളത് ഉപയോഗിക്കുന്നു ദൈവകൃപയാൽ. അവിടെ കയറുന്നത് യേശു ക്രിസ്തു ആണെന്നും ഈ പെന്തക്കോസ്ത് കത്തോലിക്ക എല്ലാ പള്ളികളും പഠിപ്പിക്കുന്നു. നോക്കൂ, പരിജ്ഞാനമില്ല. പരിജ്ഞാനമുണ്ടെങ്കിൽ മനസ്സിലായി അവിടെ കയറുന്നത് യേശു ക്രിസ്തു അല്ലേ. ബൈബിൾ പറഞ്ഞത് ഞങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവ തന്നെ. ഇതാണ് ക്രൂശിലെ കള്ളം പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ ക്രൂശിൽ കിടക്കുന്നവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരുന്നവനാണ് ഈ കിടക്കുന്നതെന്ന് പിടികിട്ടി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ നിത്യ പർദീസിലുണ്ടാകും. നഥനീലും പറഞ്ഞു, നീ എന്നെ എപ്പോഴറിയും? നീ അത്തിയുടെ കൂട്ടിൽ ഇരിക്കുമ്പോഴേ അറിയും എന്ന് പറഞ്ഞു. നീ ഇതിലധികം കാണും, നീ ഇസ്രായേലിന്റെ രാജാവ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? ഈ പള്ളിക്കാർ പറയുമ്പോൾ എങ്ങനെ പറയണം? ഞാനല്ല, എന്റെ പിതാവാണ് എന്നാണ് പറയുന്നത്. യേശു പറഞ്ഞു, ഇല്ല, ഞാനാകുന്നു, നിങ്ങൾ പറയുന്നത് പോലെ ഞാനാകുന്നു. എന്നിട്ടും അവിടെ കണ്ണു തുറന്നില്ല. ഇതൊക്കെ പറയണം സുവിശേഷം പറയാൻ പോകുമ്പോ. അത് വചനം വായിക്കുമ്പോൾ ഈ വചനങ്ങൾ ഹൃദയത്തെ ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രവാചകൻ പറയുന്നു, മെസ്സേജ് വായിക്കുമ്പോഴും നിങ്ങൾ
മോശയെക്കുറിച്ചുള്ള പ്രബോധനമാണെന്ന് അതിനകത്ത് എന്തിനു വേണ്ടി കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ മെസ്സേജ് കേട്ടാലും മെസ്സേജ് വായിച്ചാലും ബൈബിൾ വായിച്ചാലും എന്തിനു വേണ്ടി? നമ്മൾ ഏറിയ ഭാഗവും സമയമായി സന്ധ്യയായി പോകാം, വായിക്കാം, അല്ലെങ്കിൽ 3 നേരം വായിക്കണം, അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ എന്തോ പോലെ അങ്ങനെ വായിക്കേണ്ടതല്ല. എന്തിനു വേണ്ടി? ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മന്നയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു പ്രാണൻ എന്റെ അകത്ത് വന്നു. ആ പ്രാണന്റെ വിശപ്പും ദാഹവും മാറ്റാനാണ് ഞാൻ വായിക്കുന്നതെങ്കിൽ വായിച്ചു പോകുന്ന വചനത്തിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ ആരാലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പം മഹത്വത്തിന്റെ രാജാവെന്നും സൈന്യങ്ങളുടെ യഹോവെന്നും ഞാൻ തന്നെ എന്നും കയ്യഫാവിനോട് പറഞ്ഞു. നാഥാനിയേൽ പറഞ്ഞു, ക്രൂശിലെ കള്ളം പറഞ്ഞു. ഇവരെല്ലാം വായിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്നിട്ടും അവരുടെ പരിജ്ഞാനമില്ലായാൽ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം തരേണ്ടത്, വിവേചിച്ച് തരേണ്ടത് സത്യത്തിന്റെ ആത്മാവാകുന്നു. അതിനാണ് കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്ഥാനപ്പെടേണ്ടത്. അപ്പൊ 1ാമത്തെ സ്റ്റെപ്പ് തന്നെ തകർത്തിരിക്കുന്നു. നമ്മൾ അവരോട് പോയി പറയണം. നിങ്ങൾ പറയണമെന്നൊരു ദാഹം തോന്നിയത്. ഞാൻ അങ്ങനെയാണ് കാട്ടാക്കടയിൽ നിന്നെല്ലാം പഠിപ്പിക്കുമ്പോൾ ഞാൻ പുറത്ത് നിന്ന് പറയുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ലഭിക്കുന്നത് പുറത്ത് പറയാവുന്ന കാര്യം എങ്കിലേ കർത്താവ് നിറയ്ക്കുള്ളൂ. ഒഴിഞ്ഞിടത്തെ നിറയ്ക്കാൻ പറ്റുള്ളൂ. നിറഞ്ഞിടത്ത് പിന്നെ എന്ത് നിറയ്ക്കാൻ? നിറയണമെങ്കിൽ ആദ്യമേ ഞാൻ ഒഴിഞ്ഞവനായിരിക്കണം. സകലവും സമർപ്പിച്ച് ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിലേ ക്രിസ്തു എന്നെ നിറയ്ക്കുകയും നിറയ്ക്കുന്ന താരന്ത് കൊണ്ട് വിനിമയം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശം. എനിക്കിത് അറിയാം. ഞാൻ ഇപ്പൊ 10 വർഷം മുമ്പ് വലുതായിട്ട് കാണിച്ചു കൊടുക്കുക. എനിക്കിത് അറിയാവുന്ന കാണിക്കാൻ കുറച്ച് ദിവസമൊക്കെ കാണും. ഈ അടുപ്പിൽ തിളപ്പിച്ചിട്ട് വെള്ളം വാങ്ങി വയ്ക്കുമ്പോൾ കുറച്ച് സമയം തിളച്ച് നല്ല ചൂട് ആവിയൊക്കെ പൊങ്ങുന്ന പോലെ ഇരിക്കും. കുറച്ച് സമയം ഇരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെന്ന് പറഞ്ഞാലും അതൊന്നും കുഴപ്പമില്ല സാധാരണ, ഇതെല്ലാം ശരിയെന്ന് വന്നിട്ട് പോകും. അതിനൊന്നുമല്ല. പിതാവ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് യേശുവിൽ നിന്ന് ശരീരധാരിയെ വരാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞ ഗോലിയാത്ത് ഫെലിസ്തീയ സൈന്യത്തെയും ഇസ്രായേൽ മക്കൾ പേടിച്ചു നിന്നപ്പോഴും അവിടെ നിന്ന കുള്ളനായ ദാവീദിന് മനസ്സിലായി, ഈ യുദ്ധം ജയിക്കേണ്ടത് ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യമല്ല, ദൈവത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രതിയോഗിയായ തടുക്കാനായി ഒരു ശരീരവുമായി ഞാൻ നിന്നാൽ മതി, എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഓർമ്മ വന്നവൻ ഒരു തെറ്റായി എടുത്ത് ഒരൊറ്റയാടി അത് എവിടെ പോയി കൊള്ളിക്കണമെന്ന് കർത്താവിനറിയാം. ശത്രു തോൽക്കേണ്ടത് ദൈവ ഇഷ്ടമാണ്. അതുപോലെ ഈ ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന ഈ ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ വിടുവിച്ച് തരേണ്ടത് കർത്താവിന്റെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒഴിഞ്ഞ ശരീരം അല്ലെങ്കിൽ പരിശുദ്ധമുള്ള ഈ ശരീരവുമായി ഒഴിഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് കർത്താവ് നൽകും. ആ ശരീരവുമായി ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്റെ ഭുജം, ആ വാക്ക് ഇന്നും മാറിയിട്ടില്ല. കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ആ ഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭുജം എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു. സഭ എന്റെ സഭയുടെ തല. ഞാൻ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ തലയിൽ നിന്ന് എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എഴുന്നേറ്റ് നിന്നാൽ മതി. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഹൃദയം തുടിക്കുന്നത്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ഏത് അടിസ്ഥാനത്തിലാണ് അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്? മണവാട്ടിയെ പോലെ ക്രിസ്തുവിന്റെ ജീവനുള്ളവരാണ് എന്ന അടിസ്ഥാനത്തിലല്ല. 2ാമത്തെ ഗണത്തിൽ വരുന്നത് മണവാട്ടിയെ പോലെ ക്രിസ്തുവിന്റെ ജീവനുള്ളവരെന്ന അടിസ്ഥാനത്തിലല്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ക്രിസ്തുവിന്റെ ജീവൻ ഇല്ല. എന്നാൽ അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് അവർ എന്റെ സഹോദരന്മാരോട് ശ്രദ്ധിച്ചോണേ. ഒരു 2 പാരഗ്രാഫ് എടുത്തിട്ട് നിർത്താം. സാക്ഷ്യം പറയാനുണ്ടാണെങ്കിലും മോള് സ്നാനപ്പെട്ടല്ല, ആദ്യമായിട്ട് വന്നുകൊണ്ട് സാക്ഷ്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പറയാനുണ്ടെങ്കിൽ പറയാം. കർത്താവ് സഹായിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ കർത്താവ് ഈ വചനം അറിയാൻ കഴിയായി സ്നാനം ലഭിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തി തരാതെ പപ്പയമ്മയും പറഞ്ഞെങ്കിൽ ഇതിനു മുമ്പേ മോള് സ്നാനപ്പെടണ്ടേ? അല്ലേ? അപ്പൊ കർത്താവ് ടച്ച് ചെയ്തപ്പോൾ ശരിയെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അങ്ങനെ എനിക്ക് സ്നാനപ്പെടാൻ ഇടയായി. ഇനി കർത്താവിൽ തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് സഹായിക്കണം. പ്രാർത്ഥിക്കുന്ന സഭയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത്രയും പങ്കിട്ടെടുക്കുകയാണ്. ദൈവനാമം മഹത്വമാണ്. അതൊരു സാക്ഷ്യമാണ്. ചെറുതായിട്ടെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക. 2ാമത്തെ ഗണത്തിൽ പോകുന്നവർക്ക് ഒരു പരിഗണനയോടെ കൊടുക്കുകയാണ്. ചിലരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കുന്നതിന്റെയും കൂടെ കാരണം ഞാൻ പറയുന്നതല്ല, എനിക്ക് മനഃപൂർവ്വം പറയില്ല, ദൈവ ഇഷ്ടമാണ്. കേട്ടുകൊള്ളുക. സഹോദരന്മാരോട് കനിവുള്ളവരായിരുന്നു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഇതിൽ ചിലർ. ആരാണ് സഹോദരന്മാർ? ക്രിസ്തുവിൽ സഹോദരന്മാർ എന്ന് വെച്ചാൽ ദൈവം ശരീരധാരിയായി വന്നു നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയി. നമ്മളും സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിക്കാം. ക്രിസ്തുവിനോട് ശരീരത്തിന്റെ ഭാഗമായ ഇപ്പോൾ നമ്മോടൊപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിച്ച ഇതിൽപ്പെട്ട ആരെയോ നമ്മൾ സേവ ചെയ്തപ്പോൾ, കൊലോസ്യർ 2:29 പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവൻ, പ്രതിഫലമെന്നതോ ഉയരത്തിൽ നിന്ന് വരും.
അപ്പൊ ക്രിസ്തുവിൽ സഹോദരങ്ങളെ എളിവോടും കനിവോടും കരുണയോടും ആർദ്രതയോടും സ്നേഹത്തോടും കൂടെ ഞാൻ എപ്പോഴോ ശുശ്രൂഷിച്ചു എന്ന കാരണത്താൽ ജീവിതത്തിൽ പേര് മായ്ച്ചു കളയുന്നില്ല. കർത്താവ് ഇത് ആരുടെ പേര് മായ്ക്കാതിരിക്കണം, ആരുടെ പേര് മായ്ക്കണമെന്ന് തീരുമാനിക്കുന്ന കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്നാനമേറ്റ് വന്ന ഈ വ്യക്തികളുടെ സഹോദരന്മാരെ, ഭാര്യ, അപ്പൻ, അമ്മ, മക്കൾ എന്നോ അല്ലെങ്കിൽ സഹോദരങ്ങളോ എന്റെ വേണ്ടപ്പെടുന്ന ഒന്നും അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് വന്നിട്ടില്ലെന്നാണ്. ഒരുപക്ഷെ തെറ്റിപ്പോകാം, ആ സന്ദർഭത്തിൽ വിളിച്ചു പറയാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യാം. അപ്പോൾ അകത്തെ ആത്മാവ് നമ്മെ തിരുത്തി ശരിയായ വഴിയിൽ നടക്കും. നോക്കൂ, സഹോദരന്മാരോട് കനിവുള്ളവരായിരുന്നു എന്ന അടിസ്ഥാനത്തിലാണ് അവർ എന്നാൽ അവരോ യേശുവിന്റെ സഹോദരന്മാരല്ല. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച എടുത്താണ് ജീവപുസ്തകത്തിൽ പേര് മായ്ക്കാതിരുന്ന ചിലരെ കുറിച്ച് പറഞ്ഞതാണ്. ക്രിസ്തുവിനെയും മായ്ച്ച ചിലരെ, ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ളവരെയും ഉപദ്രവിച്ചു എന്ന കാരണത്താൽ പേര് മായ്ച്ചു കളഞ്ഞു. അപ്പം വീണ്ടും ജനനം പ്രാപിച്ച് ഈ അന്ത്യകാല സുവിശേഷത്തിൽ വിശ്വസിച്ച് ഇരിക്കുന്ന നമ്മളിലുള്ളവരോട് ഉപദ്രവിച്ചാലും ക്രിസ്തുവിന്റെ, ഇപ്പൊ പൗലോസിന് പറഞ്ഞ നീ ഉപദ്രവിക്കുന്നത് യേശു ആകുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാലും പീഡിപ്പിച്ചായിരുന്നാലും അത് ക്രിസ്തുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെയും ക്രിസ്തുവിലുള്ളവനെയും പീഡിപ്പിച്ചവന്റെ പേരും മാറ്റി ഇവിടെ പേര് മാറ്റാതിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ കനിവോടും ആർദ്രതയോടും സ്നേഹത്തോടും അവരെ ശുശ്രൂഷിച്ചു എന്ന കാരണത്താൽ പേര് മായ്ക്കുന്നില്ല. ബാക്കിയൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പോരായ്മ ഉള്ളതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ഗണത്തിൽ പോയത്. അതിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് തന്റെ ദാസന്മാരോട് കനിവ് കാണിച്ചു എന്ന പരിഗണനയാണ് ആദ്യം പറയുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നമുക്ക് ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചു വന്ന വ്യക്തിയോട് ഒന്നും മിണ്ടാതിരിക്കുക. അവരെന്തുവാണോ പറഞ്ഞിട്ട് പോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് എഴിച്ചു പോകുമ്പോഴും കളിയാക്കുമായിരിക്കും, എന്നാലും വേണ്ടില്ല, അപ്പോഴും അവർക്ക് ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞതാണ്, മൗനമായിരിക്കുക, ഇല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോകുമ്പോഴും കളിയാക്കിയിരുന്നാലും മിണ്ടാതെ അഴിച്ചു പോവുക. അവിടെ ബ്ലെസ്സിങ് ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർ നിന്ദിക്കുകയാണ്. ആര്? ക്രിസ്തുവിന്റെ വചനപ്രകാരം അനുസരിക്കുന്ന വ്യക്തിയെ മറ്റുള്ളവർ പരിഹസിക്കുകയാണ്. അവരുടെ പേര് ജീവിതത്തിൽ മായ്ക്കുക തന്നെ ചെയ്യുന്ന. ഓക്കെ, അങ്ങനെയെങ്കിൽ അവർ യേശുവിനോട് കൂടെ അവകാശികളായിരിക്കില്ല. നമുക്ക് ശ്രദ്ധിക്കണേ. ഇവർ അവന്റെ സിംഹാസനത്തിൽ പങ്കുള്ളവരുമല്ല. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തതാണ്. യേശു പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 22 യേശു പറയുന്നത്, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ, അവിടെ പാക്കിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എന്ന് പറയുന്നത് പുത്രൻ, ഞാൻ ജയിച്ച് പിതാവിനോടുകൂടെ എന്നാണ്, ദൈവത്തോടുകൂടെ എന്ന് പറഞ്ഞില്ല. അനുസരിക്കുന്ന ഏതൊരു ക്രിസ്തു വിശ്വാസിക്കും ദൈവം എന്ന കർത്താവ് പിതാവാണ്. ഭൂമിയിൽ നിന്ന് വിശ്വാസ ജീവിതം ജീവിച്ച് ജയിക്കുന്നവൻ ദൈവമെന്ന പിതാവിനോടുകൂടി ആകെയാണ്. കാര്യം എന്താ? ഭൂമിയിൽ നിൽക്കുമ്പോൾ സഭയുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നാം ദൈവത്തോടുകൂടി, അതായത് പിതാവിനോടുകൂടെ. അടുത്ത വരി പറയുന്നതാണ്, നമുക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞ വെളിപ്പാടി പറഞ്ഞിരിക്കുകയാണ്, ജയിക്കുന്നവനെ ഞാനും ജയിച്ച് പിതാവിനോടുകൂടി ഇരുത്തിയതുപോലെ നിങ്ങളെ പിതാവിനോടുകൂടി ഇരുത്തുമെന്നല്ല പറയുന്നത്, എന്നോടുകൂടെ ഇരുത്താൻ വരം നൽകും. ഈ ശരീരം വിട്ട് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുമ്പോഴാണ് കർത്തൃ ദിവസത്തിൽ ആത്മവിമർശത്തിൽ യോഹന്നാൻ കണ്ടു മരിച്ചവനെ പോലെ ആയത്. അവന്റെ കളിക്കൂട്ടുകാരനായ യേശുക്രിസ്തു ഇപ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അവൻ മരിച്ചവനെ പോലെ ആയതെങ്കിൽ നമ്മളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോ പിന്നെ പിതാവിനോടും ദൈവത്തോടും കൂടി ഇരുത്തില്ല, എന്നോടുകൂടെ ഇരുത്തും, ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിപ്പേൻ. ഇതാണ് പറയാനാണ് നമ്മൾ ലോകത്തിലേക്ക് പോകുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്? എന്നാൽ ദൈവത്തിന്റെ ജനത്തോടുള്ള അവരുടെ സ്നേഹം മൂലം അവർ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണ നോക്കൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ച വ്യക്തിയെ എപ്പോഴൊക്കെയെന്നല്ല, നിരന്തരം അത് വേണം. ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിച്ചു, ഇടയ്ക്കിടയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളതല്ല. അവരെ സ്നേഹിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അവരെ എളിമയോടെ താഴ്മയോടെ വിനയത്തോടെ കൈക്കൊണ്ടു എന്ന കാരണത്താൽ നോക്കൂ, അവന് നിത്യജീവൻ പ്രാപിക്കുകയാണ്. രണ്ടാമത്തെ ഗണത്തിൽ അവൻ ജീവകിരീടത്തിൽ മുത്തുകൾ ചാർത്തപ്പെടും. അത് ഇപ്പോഴാണ്. നമ്മളിന്ന് ആത്മാക്കളെ നേടുമ്പോഴും ക്രിസ്തുവിന്റെ തേജസ്സോടുകൂടി ക്രിസ്തുവിന് വിളങ്ങുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും കിരീടത്തിൽ മുത്തി ചാർത്തപ്പെടും. ഒരു പാരഗ്രാഫ് ഇവിടെ നോക്കൂ. അവരെന്താ ചെയ്തത്? അവർ ദൈവമക്കളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തു എന്നുള്ളതിൽ യാതൊരു സന്ദേഹവുമില്ല. ആര്? ദൈവമക്കളെ. ആരാണ് മക്കൾ?
ദൈവാത്മാവ് വഴി നടത്തുന്നവരെ സഹായിച്ചു. അപ്പൊ ദൈവം പ്രതീക്ഷ വച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഇത്ര സന്തോഷമായിരിക്കും. ആലോചിച്ച് നോക്ക്. അവരും കൂടെ പുറത്തേക്ക് വന്നിട്ട് പരിശുദ്ധാത്മ പൂർണ്ണരാകുമ്പോഴാണ് കർത്താവിന് വരേണ്ടത്. കാര്യം എന്താ? ഈ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും അവശേഷിക്കില്ല. ഒറ്റ പേരങ്ങളുള്ളൂ. ചിലർ വിചാരിക്കുന്നത് പോലെ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുകയില്ല. ദുഷ്ടന്മാർ അഗ്നിപ്പൊയ്കയിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ പലരും അങ്ങനെ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. ആരുടെ? ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട പലരും നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. ആരുടെ കൂടെ? ഈ 1000 ആണ്ട് വാഴ്ചയിലും അവരോട് കൂടെ ആയിരിക്കും. നോക്കുക, എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായിരുന്ന ദൈവജനങ്ങളെ അവർ അവരുടെ ജീവിതകാലത്ത് ആദരിക്കാതെയും അവരെ അപമാനിക്കുകയും പകയ്ക്കുകയും നിന്ദിക്കുകയും ചെയ്തതിനാൽ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയും. അപ്പൊ അവിടെ കിടക്കുന്നതിൽ എത്ര കൂട്ടര്? 3 കൂട്ടർ. 3 കൂട്ടർ ഒരാൾ പറഞ്ഞു. എങ്ങനെ പറയാൻ പറ്റുമോ? കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാവണം. എങ്ങനെ? ഞാൻ പറഞ്ഞത്, 1 ആദ്യം മുതൽ അവസാനം വരെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ. 2 ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നിട്ടും സഹോദരന്മാരെ ശുശ്രൂഷിക്കാതെ പകച്ചതിനാൽ അവരുടെ പേര് ജീവപുസ്തകം മാറ്റുമെന്ന അങ്ങനെ ഒരു കൂട്ടർ. ഈ 2 കൂട്ടരോടും ഒപ്പമാണ് 1000 ആണ്ട് വാഴ്ചയിൽ കിടക്കുന്നതിൽ ചിലരെ സഹോദരന്മാരെ ശുശ്രൂഷിച്ചു എന്ന കാരണത്താൽ അവരെ ജീവനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെയും ഉണ്ട് 3 കൂട്ടർ. കർത്താവ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയെങ്കിലും ഈ സന്ദേശം ലഭിച്ച് വിശ്വാസ ജീവിതം ജീവിക്കുന്നവർക്ക് വേണ്ടി എതിരെ നിൽക്കരുത്. അത് ക്രിസ്തുവിനെതിരെ നിൽക്കുന്നതിന് തുല്യമാണ്. ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് കർത്താവിന്റെ ഹൃദയമാണ്. നോക്കൂ, അവരുടെ ജീവിതകാലത്ത് ആദരിക്കാതെ അവരെ അപമാനിക്കുകയും പകയ്ക്കുകയും നിന്ദിക്കുകയും ചെയ്തവരാൽ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. കേട്ടോ, അപ്പൊ ജീവിതത്തിൽ പേരുള്ളവരാണ്. പേരുള്ള 2 കൂട്ടർ കിടക്കുന്നതിൽ ഒരു കൂട്ടർ നിന്ദിച്ചതിനാൽ ക്രിസ്തുവിനുള്ളവരെ നിന്ദിച്ചതിനാൽ പേര് മായ്ക്കുന്നു. ഒരു കൂട്ടർ പേരുള്ളവരെ നിത്യജീവനിലേക്ക് കടത്തുന്നു. മറ്റൊരു കൂട്ടർ ഒരിക്കലും പേരില്ലാത്തതിനാൽ തീപ്പേക്കിലേക്ക് തള്ളുന്നു. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ ഹൃദയം തന്നെ തുടിക്കട്ടെ. നമ്മളെടുത്താൽ തീരില്ല, ഇനിയുണ്ട്. 28ാമത്തെ പേജ് ആയതേ ഉള്ളൂ. തുടർന്ന് എടുക്കാൻ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വരിക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബ്രദർ, ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കാരണം മുമ്പോട്ട് വരണം. ഇല്ല, പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് പഠിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? 1, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അതായത് ഈ ശരീരത്തിൽ നിന്ന് പറഞ്ഞത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിത്യജീവൻ ഉണ്ടാവുള്ളൂ, അവനെ രക്ഷ പ്രാപിക്കുകയുള്ളൂ. 2, കർത്താവിന്റെ സഹോദരന്മാരെയും കർത്താവിനെ നിന്ദിച്ചവരുടെ പേരുകൾ ജീവപുസ്തകം മായ്ക്കുന്നു. അങ്ങനെയുള്ളവരും കർത്താവിനെ തള്ളിക്കളഞ്ഞവരും ഇവിടെ പോയി 1000 ആണ്ടിലേക്ക് പോയി. അതിനിടയിൽ കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് ക്രിസ്തുവിൽ മരിച്ചവർ രണ്ടാമത് അവര് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ് വരികയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഇന്നത്തെ വിഷയമാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോഴും തള്ളപ്പെട്ടു പോകുന്നതിലും 3 ഗണമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കി. അവരുടെ എല്ലാവരുടെയും പേര് ജീവപുസ്തകത്തിലില്ല. ചിലരുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്, ചിലരുടെ പേര് ജീവപുസ്തകത്തിലില്ല. ആദ്യം മുതൽ അവസാനം വരെ കണ്ണടച്ചിക്കാം. ആദ്യം മുതൽ അവസാനം വരെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക്, അതാ ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ കർത്താവിനോട് ധ്യാനിക്കുക. എന്തായാലും നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്, ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഈ വിളി കേൾക്കില്ല, ഈ സന്ദേശം തിരിയില്ല. നമ്മൾ ലക്ഷക്കണക്കിന് പറയുമ്പോൾ 10 ലക്ഷത്തിൽ 1 അതിൽ 1 ഞാൻ, 1 ഞാൻ. ഇപ്പോൾ എന്റെ പേര് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ജീവപുസ്തകത്തിലുണ്ട്. ഒന്നുകിൽ ഇതിനകത്ത് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് മുദ്രയേറ്റു. ഇനി വീണ്ടെടുപ്പിന് നാൾ വരെ അതായി ഇനി എടുക്കില്ല, മുദ്ര നഷ്ടപ്പെടില്ല. എന്നാൽ മുദ്ര ഏൽക്കാത്തവരുണ്ടാകും. ഒരു പക്ഷെ ഇപ്പോൾ ഈ സന്ദേശം കണ്ണടച്ച് നിൽക്കുക. നിങ്ങൾ ദൈവത്തോട് ഇത് സ്വർഗത്തിന്റെ ഒരു പദ്ധതിയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിവിടെ നശിച്ചു പോകുന്ന പദ്ധതിയെ കുറിച്ചല്ല പറയുന്നത്. കഥയല്ല, കെട്ടുകഥയല്ല. സ്വർഗത്തിൽ ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വചനം പോലെ ജീവിച്ചാൽ നിത്യതയിൽ സന്തോഷിക്കാനുള്ള കാരണമാണ്. ഇന്നത്തെ വരവ്, ഇന്നത്തെ മെസ്സേജ് എന്നെ കർത്താവിന്റെ നിത്യതയിൽ കൊണ്ടുപോകാൻ ഉപകരിക്കുമെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. അതല്ല കേട്ടിട്ട് തള്ളിക്കളയുന്നുവെങ്കിൽ മരണത്തിലേക്കായിരിക്കും. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ജീവപുസ്തകത്തിൽ പേരുള്ളവർ തന്നെയാണ്. ഇതിൽ ഇതുവരെ ഉള്ള കാര്യം
നമുക്ക് കർത്താവോട് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. കാരണം എന്താ? ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും ഒരുങ്ങിക്കൊള്ളുവിനെന്ന് കർത്താവ് പറയുന്നത് കൊണ്ട് പഴയത് മുഴുവൻ കഴിഞ്ഞു പോയതായി കർത്താവ് സഹായിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ഈ വചനത്തിലേക്ക് വരാം. കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തുന്നത് ഞാൻ ഏതുമില്ല, ഐ സറണ്ടർ ആൾ, എന്നാൽ കഴിയില്ല കർത്താവെ. നിങ്ങളുടെ ഹൃദയം പ്രാർത്ഥിക്കുക. എന്റെ ശബ്ദം ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ നിങ്ങളുടെ ആത്മാവിന്റെ തേങ്ങൽ നിത്യജീവൻ പ്രാപിച്ച് കർത്താവ് ഇനി എത്ര വളരെ ചുരുക്കം. നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ 1906 ഈ സന്ദേശം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഏകദേശം 115-18 വർഷം കഴിഞ്ഞു. എത്ര വളരെ ചുരുക്കം കാലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഈ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് കർത്താവിന് പ്രാർത്ഥിക്കാം. കാരണമുള്ള കർത്താവേ, ഇന്ന് സന്ദേശം കേട്ടിരിക്കുന്നു. ഈ സന്ദേശത്തിൽ ഇന്ന് ഞങ്ങളുടെ പേര് ജീവോസിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണ ഒരു ഉത്തമമുണ്ട്, വിശ്വാസമുണ്ട്. അതാണ് എന്റെ പ്രത്യാശ കർത്താവേ. മറ്റൊരുത്തനിലും ഇല്ലാത്തൊരു പ്രത്യാശയാണ് കർത്താവിൽ നമ്മൾ വെച്ചിരിക്കുന്ന കർത്താവെ. ഇല്ലെങ്കിൽ സംഘടനാ സഭയിൽ കർത്താവ് നമ്മെ ഇവിടെ വിളിച്ചു കൊണ്ടുവരില്ലായിരുന്നു. യേശുവെ, നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം അങ്ങ് ദാഹിക്കുന്നു. നമുക്കത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇല്ലെങ്കിൽ കർത്താവിനെയോ കർത്താവിന്റെ സന്ദേശത്തെയോ അല്ലെങ്കിൽ കർത്താവിന്റെ ജനത്തെയോ നമ്മൾ പരിഹസിച്ചത് കൊണ്ടോ തള്ളിക്കളഞ്ഞത് കൊണ്ടോ മനസ്സലിവ് കാണിക്കാത്തത് കൊണ്ടോ ശുശ്രൂഷിക്കാത്തത് കൊണ്ടോ പേര് ജീവോസിൽ മാറ്റപ്പെട്ടു പോകാം. അങ്ങനെ ഇതുവരെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണം. കർത്താവെ, ഞാൻ ഈ ജഡശരീരത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ജഡത്തിന്റെ മോഹം എന്നെ വന്ന് മുട്ടി വിളിക്കുന്നു. വാക്ക്, നോട്ടം, ചിന്ത, പ്രവൃത്തികൾ കൊണ്ടൊക്കെയും തെറ്റിപ്പോകുന്ന കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാനസാന്തരം എന്ന് പറയുന്നത് തന്നെ എന്തെന്ന് അറിഞ്ഞിട്ട് വേണം മാനസാന്തരപ്പെടാൻ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് തെറ്റിലേക്ക് പോയതിൽ നിന്ന് സത്യം തിരിച്ചറിയുമ്പോൾ ഞാൻ മടങ്ങി എവിടെയാണോ തെറ്റിപ്പോയ അവിടെ വന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് തുടർന്ന് മുന്നോട്ട് പോകണം. മാനസാന്തരപ്പെട്ടിട്ട് വേറൊരു സഭയിൽ പോയിരുന്നു, വേറൊരു കൂട്ടായ്മയിൽ പോയിരുന്നു, ഞാൻ അവിടെ ഇരുന്നോളാം എന്നല്ല. ആ നമുക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടിൽ ആ സന്ദേശത്തിൽ ഞാൻ വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർന്നാൽ ഞാൻ മാനസാന്തരപ്പെട്ടു എന്നതിന്റെ ഉത്തമ ബോധമാണ്. പാപം വിട്ടിട്ട് എവിടെ നിന്ന് വീണുപോയോ ആ വീഴ്ചയുടെ വക്കിൽ തിരിച്ചു വന്നിട്ട് ജീവന്റെ പുതുക്കത്തിൽ വീണ്ടും ക്രിസ്തുവിനോട് കൂടെ മുമ്പോട്ട് പോകുന്നൊരു ജീവിതം. അല്ലാതെ വീണ്ടും പാപത്തിൽ തന്നെ നിന്നിട്ട് കർത്താവെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പഴയ ജീവിതം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കാനല്ല. വിട്ടുപേക്ഷിക്കാതെ ഒരു യു ടേൺ ആണ്, നേരെ പുറംതിരിയണം. കരുണയുള്ള കർത്താവെ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന യേശുവേ, ഞങ്ങളുടെ സകല പാപവും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, ചെന്നായ്ക്കലിടയിലാണ് കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുന്നത്. പലപ്പോഴും കർത്താവിന്റെ ആത്മാവിനോടുകൂടെ ചേർന്ന് കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി അങ്ങ് ജീവനും പ്രദാനം ചെയ്തിരിക്കുന്നു. പക്ഷെ എന്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. കർത്താവെ, എന്നെ സഹായിക്കണമേ. കൃപ 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 നൽകണമേ. എന്നെ കൃപ മാത്രം മതി എന്ന് പൗലോസിന് പറഞ്ഞതുപോലെ കർത്താവിന്റെ കൃപയാൽ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തത്സമയത്തെ സഹായത്തിന് ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിൽ വരാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വരുന്ന കർത്താവെ, ആത്മാവിന്റെ ഉണർവോടുകൂടി ക്രിസ്തുവിനെ പ്രചോദിക്കുന്ന തരത്തിൽ, ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, ക്രിസ്തേശുവിന്റെ ഭാവത്തോടുകൂടി ക്രിസ്തുവിന്റെ പത്രങ്ങളായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. ഞങ്ങളുടെ സകല പാപങ്ങളും തെറ്റുകുറ്റങ്ങൾ, വാക്ക്, നോട്ടം, ചിന്ത, പ്രവൃത്തികളൊക്കെയും തെറ്റിപ്പോകുന്ന കർത്താവ് നമ്മൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണമുള്ള കർത്താവെ, നമ്മുടെ പ്രാർത്ഥന കേട്ടു. ജനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എങ്കിൽ അങ്ങനെ ഉണ്ടാകും. യേശു ക്രിസ്തുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. 6 മണിയായാലും 5:45 ആകുമ്പോഴേ ഉള്ളൂ. 6 മണിക്ക് 28 തുടങ്ങും. ഇന്ന് കേട്ട മെസ്സേജ് പ്രകാരം ആർക്കെങ്കിലും ക്രിസ്തുവിൽ പുതിയൊരു ജീവിതം സഭയിൽ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവിനോടൊപ്പം ചേർന്ന് പോകണമെങ്കിലും സഭയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. സാക്ഷ്യം പറയാം. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ വലിയ സാക്ഷിയാണ്. ഇപ്പം കർത്താവ് എന്നെ ഒരിക്കലും കർത്താവ് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ